هذه كل النبيين بشرت فما مرسل إلا له كان يخطب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുവന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിലെ അവസാന പത്തിൽ അതിശ്രേഷ്ഠമായ ഒരു രാവിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടുന്ന നല്ല സന്ദർഭത്തിൽ സുഹൃതങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടിയത് ഖുതുബിയ്യത്ത്, നസീഹത്ത്, ദുആ തുടങ്ങി ധാരാളം കർമ്മങ്ങൾക്ക് വേണ്ടി ഇഅ്തികാഫിലായി നാം ഒത്തുകൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിലെ ഈ നല്ല സന്ദർഭങ്ങൾ റമദാനു ശേഷമുള്ള ജീവിതത്തിലേക്കും വലിയ മാർഗദർശനമായി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ നിന്ന് ഉൾക്കൊണ്ട എല്ലാ നല്ല പാഠങ്ങളും പഠനങ്ങളും വിട്ടുപോകാതെ ജീവിതത്തിൽ സൂക്ഷിച്ച് റമദാനിലെ ചൈതന്യം നിലനിർത്തി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാമുമായി ബന്ധമുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ റമദാനിൽ മറ്റു മാസങ്ങളിൽ നിന്ന്, ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പാഠങ്ങൾ, പഠനങ്ങൾ നാം പാലിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടു പോകുക റമദാനു ശരീഫ് നമ്മിൽ വരുത്തിയ വലിയ മാറ്റത്തിന്റെ ഉദാഹരണമാണ്. ഒരാൾ ഹജ്ജ് നിർവഹിച്ചു വന്നാൽ, ഉംറ കഴിഞ്ഞു വന്നാൽ അതിനുശേഷമുള്ള ജീവിതമാണ് ആ ഹജ്ജിന്റെയും ഉംറയുടെയും സ്വീകാര്യതക്കുള്ള വലിയ തെളിവ് എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു. അതേ അർത്ഥത്തിൽ റമദാനു ശരീഫുകൾ ഓരോന്നോരോന്നായി ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോൾ ആ റമദാനിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു നല്ല വശം മുഴുവനായിട്ടൊരു പക്ഷേ സാധ്യമല്ലെങ്കിലും സാധ്യമാകുന്നവരുണ്ട്. പതുക്കെ പതുക്കെ കഴിഞ്ഞ റമദാനിൽ ശീലമാക്കിയത് ഒന്ന് അതിനുശേഷം പതിവാക്കി ഈ റമദാനിൽ സ്വീകരിച്ച് വല്ലാത്ത ആത്മാർത്ഥതയോടുകൂടെ തന്നെ കൊണ്ടു നടന്ന ഒന്ന് അടുത്ത റമദാൻ വരെ ശീലമാക്കി. അങ്ങനെ ഓരോ റമദാൻ വരുമ്പോഴും 10 റമദാൻ വരുമ്പോ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമായി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അത് റമദാൻ കൊണ്ട് കിട്ടിയ വലിയ വിജയമാണ്. അതിന് നാം എല്ലാവരും വലിയ ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട്. റമദാൻ അവസാനിക്കുന്ന സന്ദർഭമാണിപ്പോൾ. ചുരുങ്ങിയ രാത്രി മാത്രമാണ് ഇനി നമുക്കുള്ളത്. എത്രയോ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് റമദാൻ യാത്രയാകുമ്പോൾ പഴയ കാലത്തുള്ള ആളുകളൊക്കെ കരയാൻ തുടങ്ങുന്ന സന്ദർഭമാണ് ഈ രാവു മുതൽ ശേഷിക്കുന്ന രാവും പകലുമൊക്കെ. കാരണം നല്ല സന്ദർഭങ്ങൾക്ക് ഇത്രമാത്രം മനസ്സും ശരീരവും ഇണങ്ങിച്ചേർന്ന നിമിഷങ്ങൾ വേറെയില്ല. റമദാനു ശരീഫിൽ സുഹൃതങ്ങളോട് ആളുകൾ സംബന്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുന്നത് പോലെ മുമ്പും ശേഷവും ഒരു മാസവും കാണാൻ കഴിയുകയില്ല. വലിയൊരു ബന്ധം റമദാനു ശരീഫിൽ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകാൻ വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. റമദാനു ശരീഫിൽ നമുക്ക് കിട്ടിയ ഗുണപാഠങ്ങളിൽ ഒന്നാണ് ഏത് നന്മ ചെയ്യാനും ഉള്ള സന്നദ്ധതയും ക്ഷമയും. എല്ലാവർക്കും ഉണ്ട്.
എത്ര വിശപ്പ് അനുഭവിക്കുമ്പോഴും ഖുർആൻ ഓതാൻ മടിയില്ല. എത്ര വിശന്ന് വരയുന്ന നേരത്തും നല്ലത് കേൾക്കാനും നല്ലത് വായിക്കാനും ഒരു മടിയും ഇല്ല. റമദാൻ അല്ലാത്ത കാലത്ത് കുടിക്കാനും ഭുജിക്കാനും ഇഷ്ടം പോലെ കിട്ടുമ്പോഴും ഒരു പക്ഷെ അതിലേക്ക് ശ്രദ്ധ തിരിയാറില്ല. റമദാൻ ഷരീഫിൽ നിങ്ങൾ നോക്കി, 5 മണിയാകുമ്പോഴേക്ക് നമ്മിൽ എല്ലാ ആളുകളും വിശന്ന്, ആ വിശപ്പിന് വലിയ കൂലിയുണ്ട്, വല്ലാതെ സഹിക്കുന്ന ഒരു നേരം. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും വലിയ മാറ്റം നമ്മൾ കാണുന്ന അനുഭവിക്കുന്ന നേരം. ഖുർആൻ ഓതാൻ അപ്പോൾ മടിയില്ല. മഗ്രിബിന്റെ തൊട്ടു മുമ്പ് വരെ ഖുർആൻ ഓതിയിരിക്കുന്നവരെ കാണാൻ പറ്റും. അപ്പൊ ആരാധനയിൽ ക്ഷമിച്ചിരിക്കാനുള്ള വലിയൊരു പാഠം വിശുദ്ധ റമദാൻ നമുക്ക് തന്നിട്ടുണ്ട്. നാം അത് കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര നേരം വൈകി കിടക്കുന്നവനാണെങ്കിലും അത്താഴത്തിന്റെ പുണ്യം മനസ്സിലാക്കി ഉറക്ക് മാറ്റിവെച്ച് 1 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എങ്കിലും അത്താഴത്തിന് എഴുന്നേൽക്കും. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം തീരെ കഴിക്കാത്തവരും ബറക്കത്തിന് വേണ്ടി ഈത്തപ്പഴമെങ്കിലും ആ നേരത്ത് കഴിക്കണം. നിങ്ങൾ അത്താഴം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ നോമ്പും യഹൂദികളുടെ നോമ്പും തമ്മിൽ വേർപിരിയുന്നത്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അതിൽ വലിയ പുണ്യമുണ്ട് അത്താഴം കഴിക്കുന്നതിൽ. ആ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി കൂടുതലായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരും എഴുന്നേൽക്കുകയാണ്. അപ്പൊ ഉറക്ക് വകഞ്ഞു മാറ്റി എഴുന്നേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ശരീരത്തിന് ഇതുപോലെ കൈവന്നത് മുമ്പൊരു മാസവും ഇല്ല, ശേഷവും ഇല്ല. പക്ഷെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിക്കണം. അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നന്മയിൽ നിതാന്ത ജാഗ്രത ഒരു വിശ്വാസി കൈമുതലാക്കേണ്ട വലിയ ഒരു ക്ഷമയാണ്, വലിയ ഒരു സൗന്ദര്യമാണ്. ഒരു നന്മയിലായിട്ട് ജീവിതകാലം മൊത്തം ഒരു ദിവസം പോലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല, ഒരിക്കൽ പോലും ഞാനത് വിട്ടിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കെൽപ്പ് വേണം. അതാണ് അസ്സബ്റു അല ത്വഅ, ആരാധനയിൽ ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്താനുള്ള കഴിവ്. അത് റമദാനിൽ നമുക്കുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തുടരണം. ഇപ്പൊ റമദാൻ വരുന്ന ആഴ്ചയിൽ കഴിഞ്ഞാൽ നേരെ പിറ്റേന്ന് രാവിലെ ഇത്രയും ദിവസം 29 അല്ലെങ്കിൽ 30 രാത്രികളിൽ അത്താഴത്തിന് പതിവായി വിളിച്ചിട്ടും അല്ലാതെയും എഴുന്നേറ്റ നാം അന്നും എഴുന്നേൽക്കുന്ന നമ്മോട് നമ്മുടെ കൂടെ പിറപ്പായ, നമ്മുടെ കൂടെ വന്ന് ശരിക്ക് എല്ലാ ശക്തിയും ഒരു മാസക്കാലം തളച്ചിട്ടിരുന്നു. ഇനി വലിയ ശക്തിയോടുകൂടെ നമ്മെ ഒന്ന് മലർത്തിയെടുക്കാൻ വേണ്ടി വരുന്ന പിശാച് അന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന നമ്മളോട് മന്ത്രിക്കും, നീ എന്തിനെ എഴുന്നേൽക്കുക? അത്താഴം ഇന്ന് കഴിക്കേണ്ടതില്ലല്ലോ, അതിന്റെ സുന്നത്ത് ഇന്നലെ തീർന്നു. ഭക്ഷണമാണെങ്കിൽ ഇന്ന് പകല് മുഴുവനും ഭക്ഷണല്ലേ. യൗമു ശുർബി വത്ത്ആം, ഇന്ന് പാനീയത്തിന്റെയും ഭക്ഷണത്തിന്റെയും ദിനമല്ലേ. ഇന്ന് നോമ്പ് നോൽക്കൽ നിഷിദ്ധമല്ലേ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കരുതിയിട്ട് ഇപ്പൊ എഴുന്നേൽക്കണ്ട, സമയം 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ പാഞ്ഞു പോകും. അല്ല, അത്താഴം മാത്രമല്ലല്ലോ, 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട് പതിവായി. ആ 2 റക്അത്ത് നിസ്കാരത്തിന് വല്ലാത്ത സൗന്ദര്യമുണ്ട്. കാരണം ഉറക്കം തൂങ്ങാറില്ല. ശരീരത്തിന് വേണ്ട ഭക്ഷണം കൊടുത്ത് നല്ല ആവേശത്തോടു കൂടിയാണ് ആ നിസ്കാരം. മനസ്സും ശരീരവും എല്ലാം അനുഭവിച്ചറിയുന്ന 2 റക്അത്ത്. ആ 2 റക്അത്ത് കഴിഞ്ഞ് കുറച്ചെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, ഒരു 5 മിനിറ്റെങ്കിലും ദുആ ചെയ്യാറുണ്ട്. അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. അതിന്നും വേണല്ലോ എന്ന് നമ്മുടെ മനസ്സിലൂടെ പായുമ്പോ അവൻ പറയും, അതിന് നേരത്രണ്ട്, നീ ഇപ്പൊ 3:30 എണീക്കണം. ഇന്നലെ 3:30 എണീറ്റത് നിന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 3:45 നീ ഭക്ഷണത്തിനിരുന്നു, അല്ലെങ്കിൽ 4 മണി. 4:15 ഭക്ഷണം കഴിഞ്ഞു, 2 റക്അത്ത് നിസ്കാരം, കുറച്ച് ഇസ്തിഗ്ഫാർ, കുറച്ച് ഖുർആൻ ഓത്ത്, അങ്ങനെ വിവിധ കർമ്മങ്ങളിൽ നീ സംബന്ധിച്ചു. ഇന്ന് നേരത്രണ്ട്, ഒരു 4 മണിക്ക് എണീറ്റാ പോരെ എന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ തന്ന് നമ്മെ അങ്ങ് തളർത്തിയിടുമ്പോഴേക്ക് നമ്മൾ വീണുപോയാൽ അവൻ ആ വീഴ്ച സുബ്ഹി ബാങ്ക് വരെ കൊണ്ടുപോകും.
അപ്പൊ എന്തായി? ഇത്രയും ദിവസം നമ്മൾ കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന ആ 2 റക്അത്ത് നിസ്കാരം പോയി, ഇസ്തിഗ്ഫാർ പോയി, പ്രാർത്ഥന പോയി, ശ്രേഷ്ഠ സമയത്തുള്ള ഖുർആൻ ഓത്ത് എല്ലാം പോയി. ആരാ ജയിച്ചത്? നിങ്ങൾ നോക്ക്. അവിടെയാണ് ആരാധനയിൽ ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്താനുള്ള കഴിവ്. മഹാരഥന്മാരൊക്കെ ശീലമാക്കിയ വലിയൊരു ശീലമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചൊരു നേരം, ദാരിദ്ര്യം കടിച്ചിറക്കി കഴിയുന്ന നേരമാണ്. ജീവിതോപാധികൾക്ക് വേണ്ടി നിത്യേന അധ്വാനിക്കുന്ന മഹാനവർകൾ വീട്ടിലെത്തുമ്പോ ഭാര്യയുടെ പരാതി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ പറഞ്ഞു. ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടി പറയുന്നു, എന്നെ കൊണ്ട് ജോലി എടുക്കാൻ കഴിയുന്നില്ല, ശരീരം ക്ഷീണിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് ഉപ്പാന്റെ അടുത്ത് ധാരാളം അടിമകളുണ്ട്, ഒരടിമയെ വാങ്ങിയിട്ട് വരണം, നിങ്ങൾ ചോദിച്ചാൽ തരും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കതിന് കഴിയില്ല. എങ്ങനെ പോയി ചോദിക്കും? ഒരടിമയെ വേണം. ഞാനത് ചോദിക്കില്ല, വേറെന്ത് വേണമെങ്കിലും ചോദിക്കും. അതിന് ചോദിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങളാണ്. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്തൊരു ചോദ്യം ചോദിച്ചാലും അതിന് പരിഹാരം പറയാത്ത ഒരു വിഷയം ഇല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മകളോടുള്ള വല്ലാത്ത ഒരു സന്തോഷമാണ്, സ്നേഹമാണ്. എന്ത് കാര്യം പറയാൻ വേണ്ടി വന്ന് വിളിച്ചാലും അടുത്തേക്ക് ഇരുത്തി ആ ഇരുത്തത്തിൽ മകളെങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ചോദിക്കും, എന്താ മോളെ വന്നത്? പ്രത്യേകം വല്ലതുണ്ടെങ്കിൽ പറയണം. ഒന്നുമില്ല, ഞാനൊന്ന് സന്ദർശനത്തിന് വന്നതാ. എന്നാ അൽഹംദുലില്ലാ, സന്തോഷം. വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയും, ഉടനടി അതിന് പ്രതിവിധി നൽകും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവവും രീതിയും പലപ്പോഴും തങ്ങൾ വായിച്ചറിഞ്ഞ് സ്വന്തം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണം എടുത്തു പോയിട്ടുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് സ്വഹാബിമാരടക്കം ഭക്ഷണം ഇല്ലാത്ത വിശപ്പ് അനുഭവിച്ച് പുറത്തിറങ്ങിയപ്പോ അവരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഹൈസം തയ്യിഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ സുഭിക്ഷമായ ഭക്ഷണം, നല്ല ആട്ടിറച്ചിയും പത്തിരിയും അവിടെ റെഡിയായപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന സ്വഹാബത്തിനോട് പ്രത്യേകം ഒന്നും പറയാതെ അല്പം പത്തിരിയും കുറച്ച് ഇറച്ചിയും ചുരുട്ടി അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് ഇറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു വന്നപാട് ഭക്ഷണം കഴിച്ച ശേഷം ചോദിച്ചു, അല്ല നബിയെ, പതിവിന് വിപരീതമായ ഒരു കാഴ്ച കണ്ടു. സാധാരണ എങ്ങനെ വല്ല പൂക്കും പോകാനുണ്ടെങ്കിൽ ഒന്ന് പറയാറുണ്ട്, ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, എന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിശപ്പിലാണ്. ഈ ഭക്ഷണം കണ്ടപ്പോൾ എനിക്ക് എന്റെ ശരീരത്തെക്കാൾ ഓർമ്മ വന്നത് മകളുടെ ശരീരമാണ്. വിശപ്പ് അനുഭവിക്കുന്ന മകൾക്ക് അല്പം ഭക്ഷണം കൊടുത്തിട്ടാകാം ഞാൻ കഴിക്കുന്നതെന്ന് കരുതി ഞാൻ അല്പം ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തതാണ്. നിങ്ങൾക്ക് വിഷമമായെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, വേറെ ഒന്നുമല്ല. ഈ നിലയ്ക്ക് പരിഗണിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ സംഭവം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ തങ്ങൾ അവിടെ ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് കാര്യം? കാര്യം ഉപ്പയോട് പറയേണ്ടതാണ്, ഉപ്പ ഇല്ലല്ലോ എന്ന് ചോദിച്ചിറങ്ങിപ്പോയി. സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. അന്ന് അല്പം വൈകി വന്ന തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിരുന്നു എന്ന് വിവരം കേട്ടപ്പോ നാളെ രാവിലെ പോകാമെന്ന് വെച്ചില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, രാത്രി തന്നെ തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് നോക്കിയാൽ കാണുന്നിടത്താണ്. ഇന്ന് ജന്നത്തുൽ ബഖീ സ്ഥിതി ചെയ്യുന്നതിന്റെ നേരെ വലത്തെ ഭാഗത്തായിരുന്നു പഴയകാലത്ത് വീടുണ്ടായിരുന്നത്. അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയോ മറ്റു ഭാര്യമാരുടെയോ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് കാണും. അത്രയും അടുത്താണ്. അങ്ങോട്ട് പോയപ്പോൾ അവിടെ വിളക്ക് കെടുത്തി.
രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന വിവരം അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് മകള് പറയുന്നു, ഉപ്പ വരുന്നുണ്ട്. ഉപ്പ വരുമ്പോഴേക്കറിയും, കാരണം വല്ലാത്ത സുഗന്ധം വാസനിക്കാറുണ്ട്. ഉപ്പ വന്നാൽ അവിടുന്ന് ഒന്ന് കൂറ്റനക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കാൻ വേണ്ടി പോകുന്ന ഒച്ച കേട്ടപ്പോ മക്കാനക്കുമാ, അവിടെ തന്നെ കിടന്നോളൂ, ഞാൻ അങ്ങോട്ട് വരാം. വിരി നീക്കിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നു. എടുത്തു വെക്കുന്ന വാതിലാണ് അന്നത്തെ വാതില്. ഇങ്ങനെ അടച്ചുറപ്പുള്ള വാതിലൊന്നും ഇല്ല. കാരണം ഇന്നത്തെ പോലെ തസ്കരന്മാരുടെ ശല്യം അന്ന് ഇല്ല, പൂവാലന്മാരുടെ ശല്യം തീരെയുമില്ല. അപ്പൊ പിന്നെ വിരിയും ചെറിയൊരു അടച്ചുറപ്പൊക്കെ മതി. ആ വാതിൽ നീക്കിയിട്ട് അങ്ങോട്ട് ചെന്നു. മകളും മരുമകനും കിടക്കുന്ന കട്ടിലിന്റെ നടുവിൽ ഇരുന്നു. അങ്ങനെ ഇരിക്കാൻ അമ്മോശങ്കാക്കാർക്ക് കഴിയും. ചില ആൾക്കാർ മരുവിന്റെ കൂടെ ഇരിക്കാൻ തന്നെ പേടിയാണ്. ചില നാട്ടിൽ പോയാൽ മരക്കൾ വന്ന അമ്മോശങ്കാക്കാനെ തപ്പിത്തെറിയണം, അവിടെയും കാണൂല. ഭയങ്കര ബഹുമാനം. അമ്മോശങ്കാക്കയുടെ മരുവിനോടുള്ള ബഹുമാനം കൊണ്ട് അടുക്കളയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു കടക്കുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു നടുവിൽ അവിടെ ഇരുന്നു. അവരെ എണീക്കാൻ സമ്മതിച്ചില്ല. അവിടെ തന്നെ കിടന്നോളൂ. കാരണം നിങ്ങൾ കിടന്നവരാ. ബിസ്മിക റബ്ബി ചൊല്ലി കിടന്ന പിന്നെ നിങ്ങൾ എണീക്കണം. ഞാനത് ചൊല്ലിയിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, കിടന്നിട്ടില്ല. ഞാനൊക്കെ കിടക്കാൻ പോകുന്നേ. അവിടെ ഇരുന്നു. ആ ഇരുത്തത്തിലെ അനുഭവം ഫാത്തിമ റളിയല്ലാഹു അൻഹ പങ്കുവെക്കുന്നുണ്ട്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അവിടുത്തെ തിരുപാദത്തിന്റെ തണുപ്പ് എന്റെ പള്ളയിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ കാൽപാദം, കാലിന്റെ അടിയും തൊട്ട് നോക്കി. ചൂടോ തണുപ്പോ? ചൂടല്ലേ? ഉണ്ടാവും. കാൽപാദത്തിന്റെ ആ തണുപ്പ് എന്റെ പള്ളയിലേക്ക് ഇങ്ങനെ തട്ടിയത് എനിക്ക് ഓർമ്മയാകുന്നു. തങ്ങൾ ഇരുന്ന് വിഷയങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കുക. തങ്ങൾ പറഞ്ഞു തന്നു, നമുക്കൊക്കെ അറിയാം നിങ്ങൾ ചോദിച്ചതിനേക്കാളും അവർ ജീവിതത്തിൽ അനുഭവിച്ചു. നിങ്ങൾ ചോദിച്ചത് രണ്ടുപേരും ആവശ്യപ്പെട്ടത് ഒരു അടിമയാണ്. ഇഷ്ടംപോലെ അടിമയുണ്ട് തരാൻ. പക്ഷെ ആ സൗകര്യം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ നിങ്ങൾക്ക് ദിക്ർ ചൊല്ലിത്തരാം. ഇദാ അഖൽതുമാ മിൻ മലാജികുമാ, നിങ്ങൾ കിടപ്പറയിലേക്ക് എത്തിയാൽ കിടന്നിട്ട് ചൊല്ലിയാലും മതി. കാരണം ചില റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്, കിടന്നതിന് ശേഷം ചൊല്ലിയാലും മതി. കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങരുത്, അതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 ചൊല്ലണം, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, 100 ദിക്റായി. 100 ദിക്റങ്ങ് ചൊല്ലും. അതിന് തോന്ന സമയമൊന്നും വേണ്ട. പക്ഷേ ദിക്റപ്പ ചൊല്ലുമ്പോഴും, ഞാനത് ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വിഷയം പരന്നു പോകരുത്. ദിക്റപ്പ ചൊല്ലുമ്പോഴും ശ്രദ്ധിച്ച് ചൊല്ലണം. ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കാന്നല്ല. ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ദിക്റിന്റെ മഖ്റജും ഒക്കെ ശ്രദ്ധിക്കലോടെ അതിന്റെ അർത്ഥം കഴിയുമെങ്കിൽ മനസ്സിൽ രൂപപ്പെടുത്തി ചൊല്ലണം. അർത്ഥം അറിഞ്ഞ് നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. ഖുർആനും അങ്ങനെയാ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി. മനസ്സിരുത്തിയിട്ട് നാവ് കൊണ്ട് ചൊല്ലുക, ആ ദിക്റാണ് ഏറ്റവും നല്ല ദിക്ർ. ദിക്റിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ അതാണ്. മനസ്സുകൊണ്ട് മാത്രം മന്ത്രിക്കുന്ന ദിക്റിനെക്കാളും നാവ് കൊണ്ട് മാത്രം ചൊല്ലുന്ന ദിക്റിനെക്കാളും മനസ്സറിഞ്ഞ് നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റിനാണ് മഹത്വം. ഇരിക്കട്ടെ, അങ്ങനെയുള്ള ദിക്ർ ചൊല്ലുമ്പോ ഹർഫുകളൊക്കെ ശരിക്കും വെളിവാകും. സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോ അതിൽ 10 അക്ഷരം. സുബ്ഹാനല്ലാഹ് അല്ലേ, 10 അക്ഷരം വെളിവാകും. നമ്മൾ മരിച്ചെടുത്ത് മാത്രം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹാ പോകരുത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ എന്നുള്ള ഹംസ യാ ആകരുത്. മരിച്ചെടുത്ത് മാത്രല്ല, എല്ലായിടത്തും ദിക്ർ ചൊല്ലുമ്പോൾ അത് പാലിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ സൂ 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 എന്ന് പറഞ്ഞതിനൊക്കെ മലക്കൾ സുബ്ഹാനല്ലാഹ് കൂലി ചെയ്താണെങ്കിൽ എത്ര ദിക്ർ ചൊല്ലാം ഒരു ദിവസം? ഇമാമ് സുബ്ഹാനല്ലാഹ് 33 ചൊല്ലുമ്പോഴേക്ക് മഅ്മൂമുകളായ ആൾക്കാർ 99 ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അഫ്ളൽ ദിക്റിനെ കാത്തിരിക്കുക. അങ്ങനെ ആകരുത്. സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അങ്ങനെ കൂടി ചൊല്ലിയാൽ മതി. ഒരർഫും പോകും. ഇത് നമ്മളാണ്. എത്ര അക്ഷര വരുന്നത്? സുബ്ഹി സുബ്ഹി 3 അക്ഷരം മാത്രം വരുന്നുണ്ട്. സുബ്ഹി സുബ്ഹി അതിലൊക്കെ കൂലി കിട്ടും. അപ്പൊ ചില ആൾക്കാർ പറയും ദിക്ർ അങ്ങനെ ചൊല്ലിയാലും മാല മറിച്ചാലും കൂടി കൂലിയാണ്. അത് ആർക്കാന്നറിയോ? നിങ്ങൾ
ദിക്ർ ഇങ്ങനെ ചൊല്ലി തഴങ്ങിയ ഒരാളാണ്. അപ്പൊ അയാൾ ദിക്ർ ചൊല്ലിയിട്ട് ഇടയ്ക്ക് ശബ്ദം നിലച്ചു പോയി. ശബ്ദമല്ല. അങ്ങനെ ആ ദിക്റിൽ അയാൾ ഇങ്ങനെ മുഴുകിയിട്ട് ദിക്ർ മാല കൊണ്ട് ഇങ്ങനെ മറിക്കണം. ദിക്ർ ചൊല്ലി 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 ഇടയ്ക്ക് ശബ്ദം പോയപ്പോഴും ചിന്ത പോയിട്ടില്ല, ശബ്ദമല്ല. അപ്പൊ അയാൾ മാല ഇങ്ങനെ മറിക്കും. എന്നാൽ ആ മറിക്ക് ദിക്റിന്റെ കൂലുണ്ട്. അല്ല നമ്മളിങ്ങനെ കൈവരല് മാത്രമാക്കുന്നതിന് കൂലി തരുവാണെങ്കിൽ എത്ര കൂലി തരണം? അത് പറ്റൂല. അപ്പൊ ദിക്ർ അതിന്റെ മട്ടത്തിൽ തന്നെ നമ്മളെ 99 കൂടി ആകുന്നില്ല, നേരെ 99. അപ്പൊ ശരിക്കും അതിന്റെ മഖ്റജ് വെളിവാകണം. ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ 156 അക്ഷരം വെളിവാകണം. ഒരക്ഷരം പോലും വിടാൻ പാടില്ല. എത്ര ഹൈ സ്പീഡിൽ നിസ്കരിച്ചാലും ശരി, ഓവർ സ്പീഡിൽ നിസ്കരിച്ചാലും ശരി, അക്ഷരം ഒക്കെ വെളിവാക്കണം. ഒറ്റ അക്ഷരവും പോകാൻ പാടില്ല. സ്പീഡോത്തിൽ പല അക്ഷരം പോകുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കിടക്കല്ല, വിഷയം മാറിപ്പോ. അത് ശ്രദ്ധിക്കണം. അക്ഷരം പോയാൽ ഫാത്തിഹ ശരിയാകൂല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ പൂർണ്ണമായി ഓതാത്തവന് നിസ്കാരം ഇല്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനായിട്ട്. അപ്പൊ ഷദ്ദ് ഫാത്തിഹയിൽ എത്ര ഷദ്ദുണ്ട്? 14 ഷദ്ദുണ്ട്. 14 ഷദ്ദും ശ്രദ്ധിച്ചോതൽ വുജൂബാണ്. അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോതൽ വുജൂബാണ്. മഖ്റജുകൾ പരിഗണിച്ചോതൽ വുജൂബാണ്. ഫാത്തിഹ ഓതാൻ അറിയാത്തവർ അത് പഠിക്കലും നിർബന്ധമാണ്. ഫാത്തിഹ മാത്രമാ വിശുദ്ധ ഖുർആനിൽ പഠിക്കൽ നിർബന്ധമായ ഒരു സൂറത്തുള്ളത്. അത് ഓതാൻ തിരിയാത്ത ആൾ എത്ര വയസ്സ് എന്ന ആളാണെങ്കിലും ഓത്ത് അറിയുന്ന ആളെ മുന്നിൽ പോയിരുന്ന് പഠിക്കുന്ന. പണ്ടത്തെ കാലത്ത് നമ്മൾ അങ്ങനെ പഠിച്ചു, ഇനി കയ്യൂലാറിന്റെ കാര്യമില്ല, ഇനിയും കഴിയും. തിരുത്തേണ്ടത്. പലരെയും ഓത്ത് ഓദിപ്പിച്ചു നോക്കിയാൽ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പൊ ദിക്ർ അതിന്റെ രൂപത്തിൽ തന്നെ ചൊല്ലണം. അപ്പോഴേ ഉദ്ദിഷ്ട ഫലം കിട്ടും. കാരണം നിങ്ങൾ പലരും, ഞാൻ ഈ ഹദീസ് പറയുമ്പോ പറയും ഞങ്ങളൊക്കെ ചൊല്ലലുണ്ട് എന്നിട്ട് ഞങ്ങൾ കാണല്ല. അതിന്റെ മെയിൻ കാരണം അതാണ്. ദിക്റിന് പോരിച്ചല്ലാഞ്ഞിട്ടല്ല, നമ്മൾ ചൊല്ലുന്നിടത്തുള്ള. നമ്മൾ ചൊല്ലുന്നത് റെഡിയാണോ ഉറപ്പാണ് അതിന്റെ ഫായിദയും റെഡിയാണ്. നിങ്ങൾ കണ്ടില്ല, മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഇവിടെ ആമീൻ പറയുന്നതിൽ ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങളെ ആമീൻ പരിഗണിക്കുമ്പോൾ അല്ലാഹു കൂട്ടത്തിൽ ദുർബലരായ ആളുകളുടെ ആമീനും അല്ലാഹു അങ്ങ് പരിഗണിക്കും. ഒരാള് അത്ര ശ്രദ്ധിക്കാതെ ആമീൻ പറഞ്ഞു, ആ പ്രശ്നമല്ല. കാരണം എന്താ? നല്ലവണ്ണം ഇഖ്ലാസോട് ആമീൻ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അതാണ് ജമാഅത്ത് നിസ്കാരത്തിന്റെയും മഹത്വം. ജമാഅത്ത് നിസ്കാരത്തിൽ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല ബാക്കിയുള്ളവരുടേതും പരിഗണിക്കും. ഷർത്തും ഫർദും അല്ലട്ടോ, അത് ശരിയാകുന്ന വേണം. വേറെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു, സ്വീകാര്യതയ്ക്ക് തടസ്സമുണ്ട്. അപ്പൊ ദിക്ർ അതേ രൂപത്തിൽ ചൊല്ലണം. ഈ 100 ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. അവരത് ചൊല്ലാൻ തുടങ്ങി. അടിമയെ സ്വീകരിച്ചില്ല. പിന്നത് ചൊല്ലി 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 അങ്ങ് പതിവാക്കി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ശേഷം പിന്നെയും 1-2 ഭാര്യമാരെ മഹാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവസാനം സ്വഹാബിമാരൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് മഹാനവറുകൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അന്ന് നബിതങ്ങൾ ഉണ്ടായ സമയത്ത് എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കിടയിൽ ഇരുന്നിട്ട് ചൊല്ലിത്തന്ന ദിക്ർ ഒരൊറ്റ രാത്രിയിലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതാണ് അസ്വബ്റു അല ത്വാഅ. ഒരു ആരാധന അങ്ങനെ തന്നെ കൊണ്ടുവരാനുള്ള കഴിവ്. റമദാൻ ശരീഫ് വന്നിട്ട് ഹദ്ദാദ് പോയോ? നമ്മളെ സ്വബ്റ് പോയിട്ടുണ്ട്. റമദാൻ ശരീഫ് വന്നിട്ട് നേരത്തെ നിലനിർത്തിയിരുന്ന പലതും പോയോ? എന്നാൽ അതിലുള്ള ക്ഷമ പോയിട്ടുണ്ട്. ഇരിക്കട്ടെ, പോകാൻ പാടില്ല. അതിൽ അടിയുറച്ചു നിൽക്കലാണ് വിശ്വാസിയുടെ കരുത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സദസ്യരോട് പ്രസംഗിക്കുകയാണ്, ഒരൊറ്റ രാത്രിയും ഞാൻ ആ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ എണീറ്റിട്ട് ചോദിച്ചു, അലി നിങ്ങൾ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു പറയണം. എല്ലാ രാത്രിയും ചൊല്ലിയിട്ടുണ്ടോ? എല്ലാ രാത്രിയിലും ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അല്ല അലി, സിഫീൻ യുദ്ധത്തിന്റെ രാത്രി ചൊല്ലിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ പ്രശ്നം ഉദിച്ച ഒരു യുദ്ധമാണ് സിഫീൻ യുദ്ധം. അതിന്റെ ഹാലും മാലും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ആ യുദ്ധം പിറ്റേന്ന് പകല് നടക്കുമ്പോ അന്ന് തലേന്ന് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു തലേന്നും ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര പ്രശ്നത്തിൽപ്പെട്ട് ഓരോന്ന് പോകലുണ്ട്.
അത് ആ ശുഗല് വിട്ട് മറ്റേത് പോയി, അതില് വിട്ട് ഇത് പോയി, അതില് വിട്ട് മറ്റേത് പോയി. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, റമദാൻ മാസം വന്നിട്ട് ഹദ്ദാദ് നേരത്തെ ആയതുകൊണ്ട്, ഹദ്ദാദ് അങ്ങനെയാണല്ലോ, ഇശാന്റെ മുമ്പാണ് ചെല്ല അധിക പള്ളിയിൽ. അതുകൊണ്ട് ഹദ്ദാദ് അങ്ങനെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല, പോയി. അതൊരു കുറവാണ്. ആരാധനയിൽ ശരീരത്തെ ക്ഷമിപ്പിച്ചിരുത്തുന്നതിൽ വളരെ കുറവാണ്. പക്ഷെ റമദാനിൽ നമ്മൾ സ്വീകരിച്ച ഒരുപാട് പതിവുകൾ, വിടാതെ കൊണ്ടു നടന്ന പതിവുകൾ, അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കാരവും പ്രാർത്ഥനയും ഖുർആനും. ഇനി നിങ്ങളൊക്കെ നോക്കിക്കോ, ഇനി വരുന്ന ദിവസം നിങ്ങൾ എണീക്കും, ആരും വിളിക്കാതെ തന്നെ എണീക്കും. അങ്ങനെ എണീക്കുമ്പോ പിശാച് പറയും, മനസ്സിലൂടെ മന്ത്രിക്കും, വെറുതെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ആ സ്പോട്ടിൽ അവിടെ കിടന്നാൽ പിന്നെ അത് സുബഹി വരെ കൊണ്ടുപോകും. അന്ന് ജമാഅത്തൊക്കെ കിട്ടി, അൽഹംദുലില്ലാഹ് റാഹത്തായി. പിറ്റേന്ന് അവൻ എന്ത് ചെയ്യും? ജമാഅത്തിന്റെ നേരമാകുമ്പോ നമ്മൾ എണീപ്പിച്ചാൽ നമ്മളോട് പറയും, ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ എത്ര മിനിറ്റ് ഉണ്ട്? 20 മിനിറ്റ് ഇല്ലേ? 25 മിനിറ്റ് ഇല്ലേ? കുറച്ചേരം കൂടി കടന്നു. അങ്ങനെ അന്ന് നിസ്കാരം ജമാഅത്ത് പോയി അതാ ആയിക്കിട്ട്. അവിടെ നമ്മളെ ശരീരത്തെ പിടിച്ചിരുത്താനുള്ള കഴിവ് വേണം. അല്ലാഹു കഴിവേറ്റി തരട്ടെ. അത് റമദാൻ ഷരീഫിൽ നമ്മൾ ആർജിച്ച ഒരു കഴിവാണ്. അത് വിട്ടുപോകരുത് ആരും. റവാത്തിബ് സുന്നത്ത്, മുഅക്കദായ സുന്നത്ത് പലരും പതിവാക്കിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ വലിച്ചെറിയരുത് കേട്ടോ. കാരണം റമദാനിലുള്ള പോരിശ മനസ്സിലാക്കി ചെയ്തതാ. ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ, അപ്പൊ സുന്നത്ത് നിസ്കാരം റമദാന്റെ മുമ്പ് നിസ്കരിക്കാത്തവരും മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കുന്നവർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്കൊക്കെ അനുഭവമുണ്ട്. മുഅക്കദായ 10 എണ്ണം വിടാതെ കൊണ്ടു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ 10 എണ്ണം ഒഴിവാക്കുന്ന ഒരു ആലിമാണെങ്കിൽ, മുതഅല്ലിമാണെങ്കിൽ അവരെ പറ്റി അവർ സൂഉൽ ഉലമായിൽപ്പെട്ട ആളുകളാണ്, ദുഷിച്ച പണ്ഡിതന്മാരിൽപ്പെട്ടവരാണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ? വഖദാ ഇദാ തറക റവാതിബ വസുനൻ ഇൻ ഉഖിദത് ഫഅലം ഹുവ സുഹുബിൽ ഇഖ്തിലാ. ആ പണ്ഡിതൻ മുഅക്കദായ റവാതിബ് സുന്നത്ത് ഒഴിവാക്കുന്ന ആളാണെങ്കിൽ അയാൾ ദുനിയാവിന്റെ ആലിമാണ്, ആഖിറത്തിന്റെ ആലിമല്ല. മുഅക്കദായ 10 റവാതിബ് നമ്മൾ 10 റക്അത്ത് കൊണ്ടു നടക്കണം. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, ളുഹ്റിന്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. ഇങ്ങനെയുള്ള മുഅക്കദ് നമ്മൾ വിടരുത്. അതെങ്കിലും നമ്മൾ നിലനിർത്തണം. നിലനിർത്താൻ കഴിഞ്ഞാൽ അതും അസ്സബ്റു അല ത്വാഅ, ആരാധനയിലുള്ള ക്ഷമയാണ്. വിശുദ്ധ ഖുർആനോത്തിന് വല്ലാതെ നേരം കണ്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, ഖുർആൻ പൂട്ടിവെച്ചിട്ട് ഇനി തുറക്കാത്തൊരവസ്ഥ വരരുത്. ആ ബന്ധം എന്നും നമുക്ക് വേണം. സ്വർഗം 4 ആളുകളിലേക്ക് കൊതിക്കുന്നുണ്ട് എന്നൊരു ഹദീസിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 ആളെ കിട്ടാൻ സ്വർഗത്തിന് എന്നും കൊതിയാണ്. അതിലാദ്യം തങ്ങൾ എണ്ണി പറഞ്ഞത് ഖുർആൻ ഓതുന്ന മനുഷ്യനാണ്. ഖുർആൻ ഓതുന്ന മനുഷ്യനെ കിട്ടാൻ സ്വർഗത്തിന് വല്ലാത്ത കൊതിയാണ്. കാരണം സ്വർഗത്തിൽ ഹൂറുല്ലീങ്ങളെ പാട്ട് കേൾക്കാൻ, മലക്കുകളെ രാഗം കേൾക്കാൻ ഏറ്റവും അധികം അല്ലാഹു തആല മുൻഗണന കൊടുക്കുന്നത് ദുനിയാവിൽ ഖുർആനുമായി കൂടുതൽ ബന്ധം പുലർത്തിയവർക്കാണ്. അനാവശ്യ ഗാനങ്ങളും മറ്റും കേൾക്കാത്തവർക്കാണ്. മ്യൂസിക്കുള്ള പാട്ട് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മലക്കുകളെ സ്വർഗത്തിലേക്കുള്ള വിളിയാളവും സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ഹൂറുല്ലീങ്ങളെ പാട്ടും അവർക്ക് കേൾക്കാൻ കഴിയൂല. മലക്കുകൾ ആനന്ദത്തോടെ സ്വർഗത്തിലേക്കുള്ള ആളുകളെ വിളിക്കുന്ന വിളി, അത് കാതുകൊണ്ട് കേൾക്കണമെങ്കിൽ ഈ കാത് ഹറാമ് കേട്ടിട്ട് നശിപ്പിക്കരുത്. ഹറാമായ അശ്ലീല ഗാനങ്ങൾ, അതേ കൊട്ടും കൊരവയും കൂടെയുള്ളത്, അന്യ പെണ്ണിന്റെ ശബ്ദത്തിലുള്ളത്, ആ പെണ്ണിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ചെറിയ കുട്ടിയുടെ, ആൺകുട്ടിയുടെ ശബ്ദത്തിലുള്ളത്, മ്യൂസിക് ചേർന്നത്, ശരീരത്തിൽ വികാര വിചാരങ്ങൾ ഉളവാക്കും
ഉളവാക്കുന്ന തരത്തിൽ പെണ്ണിന്റെയും ആണിന്റെയും വൈകാരിക രംഗങ്ങൾ പരാമർശിക്കുന്ന ഗാനം ഇതൊന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കുന്നവര് ആഖിറത്തിൽ മലക്കുകൾ മുഅ്മിനീങ്ങളെ സ്വീകരിക്കുമ്പോ ആനന്ദത്തോടെ ഗാനം ചൊല്ലി സ്വീകരിക്കുന്നുണ്ട്. ഹൂറുൽ ആനന്ദത്തോടെ ഗാനം ചൊല്ലി സ്വീകരിക്കുന്നുണ്ട്. ആ ഗാനം കേൾക്കാൻ, ആ സന്തോഷ വചനങ്ങൾ കേൾക്കാൻ ഈ ഹറാമിന്റെ ശബ്ദകോശങ്ങളുമായി ദുനിയാവിൽ സല്ലപിക്കുന്നവർക്ക് സാധിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റമളാനിൽ നിങ്ങൾ അത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പലരും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, അത് രണ്ടാമത്തെ ഒരു ക്ഷമയാണ്. ക്ഷമകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ക്ഷമ അസ്സബ്റു അനിൽ മഅസിയാ. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ റമളാനിൽ നമ്മൾ പോയിട്ടില്ല. പല കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. വാക്ക് സംബന്ധമായും പ്രവൃത്തി സംബന്ധമായും മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് സംബന്ധമായും ഉള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ് ഏറ്റവും വലിയ കഴിവാണ്. ആ കഴിവ് നമ്മൾ ആർജിച്ചിട്ടുണ്ട് റമളാനിൽ. പലരും വളരെയധികം സാഹസപ്പെട്ട് ശ്രമിച്ചിട്ട് റമളാൻ ഷരീഫ് ഒന്നായപ്പോ നെറ്റ് നിർത്തിവെച്ചു. ചിലര് ആ നെറ്റിലൂടെ കേൾക്കാൻ പറ്റുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് ഷടിച്ചു അങ്ങനെ കൊണ്ടു. ഇനി വിടരുത് ട്ടോ. റമളാൻ കഴിയുമ്പോഴേക്ക് കൂടുമാറരുത്. ആ ക്ഷമയിലായിട്ട് അങ്ങനെ നിന്നു പോകണം. അള്ളാഹു സഹായിക്കട്ടെ. റമളാൻ കഴിയുമ്പോ പതുക്കെ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കും, വലിയ കുറ്റം, വലിയ ശിക്ഷ ഉണ്ടാകൂല. കാരണം അത് റമളാനല്ലല്ലോ, ഒരു സാധാ ശിക്ഷ ഉണ്ടാവുള്ളൂ. പവിത്രമായ മാസങ്ങളെ ബഹുമാനിക്കണം. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അതിന് ഡബിൾ ശിക്ഷ ഉണ്ടാകും. ശിക്ഷന്റെ ഗൗരവം കൂടും. ഇതൊരു സാധാ മാസല്ലേ, അതുകൊണ്ട് നീ തുറന്നോ എന്ന് നമ്മോട് പറയുമ്പോ അനാവശ്യങ്ങളിലേക്ക് ക്ലിക്ക് ചെയ്യാൻ കൈ പോകരുത്. സൗകര്യങ്ങളും സംവിധാനങ്ങളും കിട്ടിയിട്ട് മഹാന്മാര് ക്ഷമിച്ചത് കണ്ടില്ലേ? എല്ലാത്തരം സൗകര്യങ്ങളും മുന്നിൽ വന്ന് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അവര് പിടിച്ചു നിന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ ആ നാട്ടിലെ ഒരു പെണ്ണ് വല്ലാതെ പ്രേമിച്ചു. ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് പ്രേമിച്ചിട്ടില്ല. പ്രേമം വൺവേ, ഒരു ഭാഗത്തുനിന്ന് മാത്രമേ. അവന്റെ ദിക്റും ജോലിയും അവന്റെ ഔറാദും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഹൗഫിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. പക്ഷെ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരന്റെ സൗന്ദര്യത്തിൽ വല്ലാതെ ആകർഷിച്ചു. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് പോയ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാനും നീയും ഒറ്റക്കാണ് പോയി വീട്ടിൽ. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിന്റെ ശരീരം എനിക്കും എന്റെ ശരീരം നിനക്കും സമർപ്പിക്കാൻ പറ്റുന്ന സൗകര്യം. അപ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണുപോയി. ബോധം കെട്ട് വീണപ്പോ ആ പെണ്ണിന് തോന്നി, ഇതിങ്ങനെ ആരോടും മിണ്ടാതെ വെച്ചാൽ കുറച്ചു കഴിഞ്ഞ് മരിച്ചാൽ ഞാൻ കൊന്നു പറയും. അതുകൊണ്ട് വേഗം വീട്ടിന്റെ പുറത്തേക്ക് ആ ചെറുപ്പക്കാരന്റെ ശരീരം കൊണ്ടുപോയി വെച്ചിട്ട് ബാപ്പയോട് വിവരം പറഞ്ഞു, ഞാൻ നിങ്ങളെ മകനെ നന്നായി പ്രേമിച്ചിരുന്നു. ഉള്ളതങ്ങ് തുറന്നു പറയാം, പ്രേമിച്ചിരുന്നു. അവന്റെ ശരീരത്തിൽ ആഗ്രഹിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ താല്പര്യം പറഞ്ഞപ്പോഴേക്ക് നിങ്ങളെ മകൻ വീണു. ഈ ചെറുപ്പക്കാരനെ പറ്റി നാട്ടുകാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ബാപ്പ ആ മകനെയും പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. ബാപ്പ പറയുന്നു, മകന്റെ ശരീരം ഇങ്ങനെ വിറക്കുന്നുണ്ട്, നിറത്തിന് അല്പം മാറ്റം കാണുന്നുണ്ട്, ഒരു ചെറിയ മഞ്ഞളി. അങ്ങനെ വിറച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസ്കരണ പ്രക്രിയകളിൽ ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചു. നിസ്കാരത്തിന് സംബന്ധിച്ചു, ജനാസ മറവ് ചെയ്യുന്നതിന് സംബന്ധിച്ചു. ആ ജനാസ മറവ് ചെയ്തിട്ട് ആ ഖബറിന്റെ സമീപത്ത് വെച്ച് മഹാനവറുകൾ ഓതി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
റബ്ബിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്നൊരു ബോധം കാരണം കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതെ പേടിച്ചു കഴിഞ്ഞ ശരീരങ്ങൾക്ക് രണ്ട് സ്വർഗമാണ് അല്ലാഹു ഒരുക്കിയിരിക്കുന്നത്, ഒരു സ്വർഗമല്ല. ഇഷ്ടവും തൃപ്തിയും കൂടുതലല്ലേ അള്ളാഹുവിന് അവരോട്. അതുകൊണ്ട് അവർക്ക് ജന്നത്താനി, രണ്ട് സ്വർഗമുണ്ട് എന്ന ആയത്ത് ഖബറിന്റെ സമീപത്ത് വെച്ച് ഓതിയപ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മറുപടി, യാ ഉമറൂ അന്നല്ലാഹ അഅതാനിഹിമാ, ആ രണ്ട് സ്വർഗവും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. കാരണം ആ പെൺകുട്ടി കുറ്റകൃത്യത്തിലേക്ക് എന്നെ വിളിച്ചു. അവളെ ശരീരം എല്ലാ അർത്ഥത്തിലും എനിക്ക് സമർപ്പിക്കാൻ പറ്റിയ നേരമാണ്. പരിസരത്തൊരൊറ്റ കുട്ടിയുമില്ല, വീട്ടിൽ ഒരാളും പെണ്ണുമായിട്ട് ആരുമില്ല, അയൽപക്കക്കാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ ബോധം കെട്ട് വീണത് പെണ്ണിന്റെ ശരീരത്തിൽ ആസ്വദിച്ചുകൊണ്ടല്ല, ശരീരത്തിന്റെ വർണ്ണം എന്നെ വല്ലാതെ കണ്ടിട്ട് ബോധിപ്പിച്ചത് കൊണ്ടല്ല. പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു നൃത്തമുണ്ടല്ലോ, ഈ നേരം അവിടെ വരുമല്ലോ, ഈ വീട് അവിടെ വരുമല്ലോ, ഈ സമയം സാക്ഷിയായി വരുമല്ലോ, ഈ മേൽക്കൂര സാക്ഷിയായി വരുമല്ലോ, ഞാനും ഈ പെണ്ണും അവിടെ വരുമല്ലോ. ഈ നിലക്കൊരു ചിന്ത എന്റെ കൽബിലൂടെ പോയി. അത് വല്ലാതെ എന്റെ മനസ്സിനെ താപം കൊള്ളിച്ചപ്പോ ഞാൻ ബോധം കെട്ട് വീണതാണ്. ആ ഒരു ഖൗഫ് കൊണ്ട് ആ രണ്ട് സ്വർഗവും അല്ലാഹു എനിക്ക് തന്നിരിക്കുന്നു. ജനങ്ങളൊക്കെ ഈ മറുപടി കേൾക്കുകയാണ്. ആരും ഖബർസ്ഥാനിൽ നിന്ന് പോയിട്ടില്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, സൗകര്യമുണ്ടായിട്ടും സംവിധാനങ്ങളുണ്ടായിട്ടും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ റമളാനു ശരീഫിൽ നമ്മൾ ആർജിച്ചിട്ടുണ്ട്. റമളാൻ കടിയലോടെ വിട്ടുപോകരുത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. റമളാനിൽ കിട്ടിയ വലിയൊരു ആത്മീയ പരിവേഷം അതാണ്. ഇല്ല, ഞാൻ അതിലേക്കില്ല. വിഷയം മാറുമ്പോഴേക്ക് നമ്മൾ ചില സദസ്സിൽ നിന്ന് എണീറ്റ് പോയിട്ടുണ്ട്. കാരണം അവിടെ പറയുന്നത് നമുക്ക് ദഹിക്കുന്ന വിഷയം അല്ല. ചില രംഗങ്ങൾ കാണുമ്പോഴേക്ക് നമ്മൾ കണ്ണ് തായോട്ടാക്കിയിട്ടുണ്ട്. റമളാനാണ്, എന്റെ നോമ്പ് പോകരുത്, എന്റെ രാവ് പോകരുത് എന്ന നിശ്ചയത്തിൽ മാറിയിട്ടുണ്ട്. റമളാനു ശരീഫ് കഴിഞ്ഞാൽ ഒരുപാട് രംഗങ്ങൾ മുന്നിലേക്ക് വരും, ഒരുപാട് അവസരങ്ങൾ മുന്നിലേക്ക് വരും. ആ നേരത്ത് ഈ മാസത്തിൽ കിട്ടിയ ഊർജം അത് സുരക്ഷിതമായി ഉപയോഗപ്പെടുത്തണം. ഒരു നിലക്കും വിട്ടുപോകരുത്. നമ്മളിത് പ്രത്യേകം കരുതേണ്ടതാണ്. മഹാരഥന്മാർക്ക് കിട്ടിയ വലിയ ക്ഷമ അതാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലാറ്റിനും സൗകര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. പഴയകാലം പോലെയല്ല. പഴയകാലത്ത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നാട് വിട്ടുപോകണം, അല്ലെങ്കിൽ നാട്ടുകാര് കാണാതെ പോകണം, അല്ലെങ്കിൽ വീട്ടുകാര് അറിയാതെ പോകണം. ഇന്നതിന്റെ ആവശ്യമില്ല. പക്ഷേ മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ടേ കഴിയൂ. അത് റബ്ബിനെ കുറിച്ചുള്ള ഖൗഫാൻ. റബ്ബിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടോ? റമളാനു ശരീഫിൽ കുറച്ച് നമ്മൾ അങ്ങനെ നേടിയിട്ടുണ്ട്. പൂർണ്ണമായും നമ്മൾ നേടാറായിട്ടില്ല. കുറച്ച് നമ്മൾ ആർജിച്ചിട്ടുണ്ട്. അത് വികസിപ്പിക്കാനുള്ള കഴിവ് വേണം. നല്ലത് നഷ്ടപ്പെടുന്നതിനെ തൊട്ട് പേടി വേണം. നന്മ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വേണം. ഖൈറുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വേണം. ചില കാര്യങ്ങളെ കൊണ്ട് നന്മ നഷ്ടപ്പെടുമോ എന്നൊരു പേടി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ മനസ്സിന് നൽകുന്ന വലിയ ഉയർച്ചയാണ്. ഒരു നന്മ നഷ്ടപ്പെട്ടു, അത് സാരല്ലാന്ന് വെക്കലല്ല, അതിന് വല്ലാത്ത ഒരു വിഷമം. ആ വിഷമം കാരണം ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുമ്പോ വീണ്ടും 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 അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചിന്തിച്ച് മുന്നോട്ട് ഉയരും. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വലിയ ഒരു സങ്കടം ഉണ്ടായി. എന്താ സങ്കടം? മദീനത്തെ പള്ളിയിലേക്ക് സുബ്ഹിന്റെ ജമാഅത്തിന് പോയപ്പോൾ ഒരു റക്അത്ത് കിട്ടിയില്ല. അത് വല്ലാത്ത ഒരു നീരസം മനസ്സ്. എപ്പോഴും ആ കാഴ്ച.
അപ്പൊ ആ ഒരു സങ്കടം മനസ്സിലുള്ളത് കൊണ്ട് അല്ലാഹു തആല അനുദിനം ദറജ അങ്ങനെ ഉയർത്താണ്. എന്താ സങ്കടം? ജമാഅത്ത് കിട്ടിയില്ല എന്നല്ല, ഒരു റക്അത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവിടുത്തെ പള്ളിയിൽ ഒരു റക്അത്ത് എനിക്ക് പിന്തിപ്പോയല്ലോ എന്നുള്ള വിഷമം. ആ വിഷമം കാരണം ഇനി അങ്ങനത്തെ ഒരു വിഷമം കൂടി മഹാനവറുകൾക്ക് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട്, അങ്ങനെ വിഷമം ഉണ്ടായാൽ ഈമാൻ ഇങ്ങനെ ഉയരാ ചെയ്യാം. കാരണം പിന്നെ അങ്ങനത്തെ ഒന്നും ഉണ്ടാകരുത് കരുതിയിട്ട് എല്ലാവിധ കഴിവും സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങി. അതുകൊണ്ടല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വീട്ടിൽ പോകാതെ ബാങ്ക് കേൾക്കുന്നിടത്ത് മരുഭൂമിയിൽ കിടന്നുറങ്ങി. തലയിണയും വിരിപ്പൊക്കെ മരുഭൂമി തന്നെ, മണലന്നെ. കിടന്നുറങ്ങി കുറച്ച് കഴിയുമ്പോഴേ സുബ്ഹിന്റെ നേരായിട്ടില്ല, നേരാകുന്നതിന് മുമ്പ് തന്നെ ഒരു ബാങ്ക്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക്. മുആവിയ റളിയല്ലാഹു അൻഹു എണീറ്റു. നോക്കുമ്പോ പരിസരത്ത് ഫജ്ർ സ്വാദിഖായില്ല, ഫജ്ർ കാദിബായില്ല. ഫജ്ർ സ്വാദിഖാദിന് മുമ്പാണല്ലോ ഫജ്ർ കാദിബായിട്ട്. എന്താ സംഗതി? ആരാപ്പോ വാങ്ങ് കൊടുത്തു? പിന്നെ മഹാനവറുകൾ ചിന്തിച്ചു, ഇബ്ലീസ് വാങ്ങ് കൊടുക്കുവോ? ഇബ്ലീസ് വാങ്ങ് കൊടുക്കുവോ? കാരണം ബാങ്ക് കൊടുത്ത കേട്ടാൽ അവൻ ഓടലല്ലേ. ബാങ്ക് കേട്ടാ അവൻ ഓടലാണ്. ആ ബാങ്ക് ഇബ്ലീസ് കൊടുക്കുവോ? ഇങ്ങനെ ആലോചിക്കാണ്. എന്താ റബ്ബേ ഇപ്പൊ സംഭവിച്ചത്? ഏതായാലും ബാങ്ക് കേട്ടില്ലേ, ഞാൻ എഴുന്നേറ്റില്ലേ, ഇനി കടക്കണ്ട എന്നുള്ള തീരുമാനിച്ചു നിൽക്കുമ്പോഴാണ് ഒരു വിളിയാൾ, മുആവിയ എന്നൊരു വിളിയാളം വിളിച്ചപ്പോ ആരാ വിളിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഇബ്ലീസാ. വാങ്ങ് കൊടുത്തു ഞാൻ തന്നെയാണ്, നീ സംശയിക്കണ്ട. വാങ്ങ് കൊടുത്ത ആള് ഞാനാ. എന്തിനാ വാങ്ങ് കൊടുത്തു നിനക്കറിയോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സുബ്ഹിന്റെ ജമാഅത്തിലെ ഒരു റക്അത്ത് പോയതിന് നിങ്ങളെ ഖേദം മാറിയിട്ടില്ലല്ലോ. ഇല്ല, ജമാഅത്ത് പോകരുത് എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് കടന്നത്? അതെ. ആ ഒരു ഖേദം കാരണം അനുദിനം നിങ്ങൾക്ക് അല്ലാഹു ദറജ ഉയർത്തി തരാണ്. കാരണം ഒരു നന്മയിൽ അല്പം പിന്തിയപ്പോ വന്ന ഖേദമാണ്. ഇനി അങ്ങനെ വരരുത് എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് വീട്ടിൽ പോകാതെ നിങ്ങൾ ഇവിടെ ഒന്ന് കടന്നത്. നിങ്ങൾ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നതല്ലേ. അഥവാ അതേപോലെ ഒരു റക്അത്ത് ഇന്ന് പിന്തിയാൽ നിങ്ങളുടെ ദുഃഖം കൂടും. അപ്പൊ നിങ്ങൾക്ക് ദറജ ഇനിയും കൂടും. അതുണ്ടായാൽ എനിക്കത് ക്ഷീണമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തഹിയ്യാത്തിലാ ജമാഅത്ത് കിട്ടിയത്, നിസ്കാരം കളായിട്ടില്ല, അത്തഹിയ്യാത്തിലാ കിട്ടിയത്, എന്നാ നിങ്ങളെ വിഷമത്തിന്റെ കടുപ്പത്രായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ദറജ എത്രയായിരിക്കും? അതുകൊണ്ട് നേരത്തെ തന്നെ പള്ളിക്ക് പോകാൻ വേണ്ടി ഞാൻ വാങ്ങ് കൊടുത്തതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ നന്മയിൽ എത്രത്തോളമാണ് നമുക്ക് ഒരു സീറ്റ് കുറക്കാൻ കഴിയാ എന്നാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു ഭാഗത്ത് ചിന്തിക്കുന്നത്. അവിടെ അവനോട് സമരസപ്പെട്ട് കഴിയാനാണ് നമ്മൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് നന്മകളിൽ തടച്ചിടുന്നത്. അത് വിശുദ്ധ റമളാനിൽ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി തുടർന്ന് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആൻ ഓത്ത് സജീവമായി ഇരുന്നങ്ങോട്ട് ഓതാൻ ഒരു ക്ഷമമാണ്. 10 മിനിറ്റ് ഇരുന്ന് ഓതാൻ ഒരാളിപ്പോ ഒരുങ്ങാണെങ്കിൽ ഇപ്പൊ കഴിയുന്നില്ലേ? കഴിയുന്നുണ്ട്. റമളാൻ കഴിഞ്ഞ പല തിരക്കുകളും പല ഫിത്തിനകളും പല ചൊറിച്ചിലും വന്ന് നമ്മൾ എണീറ്റ് പോകാൻ പാടില്ല. ഇരിപ്പുറപ്പിക്കണം ശരീരത്തെ. 10 മിനിറ്റ് ഇരുന്ന് ഓതാൻ തീരുമാനിച്ചു. ഏത് കോള് വന്നാലും ഫോൺ വന്നാലും പോകൂല, ഇരുന്ന് ഓതുക. പിറ്റത്തെ ദിവസം ഇരുന്ന് ഓതുമ്പോ തലേ ദിവസത്തെക്കാളും അർജന്റ് ഉള്ള ഫോൺ കോളുകളാ വരുന്നത്. മുടക്കൂല, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട്. ഒരിക്കൽ നമ്മൾ എണീറ്റ് പോയാൽ അവിടെ പിടിമുറുക്കും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. കഴിച്ചിലായി. ഇത്രയും ദിവസം പലരെ കൊണ്ടും വിളിക്കാൻ തോന്നിപ്പിച്ച ഞാനാ. അവര് വിളിച്ചിട്ട് നീ മെയിൻ ചെയ്തില്ല. ഇന്നത്തെ വിളിയിൽ നിന്നെ കിട്ടി, നാളെയും കിട്ടും, മറ്റന്നാളും കിട്ടും. പടിപടിയായിട്ട് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നന്മയിൽ ശരീരത്തെ ജാഗരൂകരായിട്ട് അവിടെ തളച്ചിടണം. മാറാതെ തന്നെ അവിടെ കൊണ്ടുപോകണം. തിന്മയോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കണം. എത്ര തിന്മ ആസ്വാദകരമായി മുന്നോട്ട് കിട്ടിയാലും സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകരുത്. കഴിവിന്റെ പരമാവധി പ്രതിരോധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തിന്മയോട്
ക്ഷമകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ക്ഷമ ഏതാന്ന് ചോദിച്ചപ്പോ പണ്ഡിതന്മാര് പറഞ്ഞു അസ്സബ്റു അനിൽ മഅസിയ, കുറ്റകൃത്യങ്ങളിൽ ക്ഷമിച്ചു നിൽക്കല. അതിനാണ് ഇപ്പൊ പലർക്കും കഴിയാത്തത്. നന്മ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ടെങ്കിലും തീവ്രമായി കുറ്റകൃത്യങ്ങൾ പല ഭാഗത്തും പെരുകി വരുന്നു. വളരെയധികം നമ്മുടെ ശരീരത്തെ പിടിച്ച് നിർത്തി കെട്ടിയിടാനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം. വിശുദ്ധ റമദാനിലെ ദുആയും നന്മകളും അതിന് മാതൃകയാകണം. ഖുർആനുമായി അഭേദ്യ ബന്ധമുണ്ടോ? മിക്ക തിന്മകളോടും നമുക്ക് താല്പര്യം കുറയും. നിസ്കാരം നേർക്കുനേരെ കൊണ്ട് നടക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന് തിന്മയോടുള്ള താല്പര്യം കുറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലെ ചില സ്വഹാബിമാര് വന്നിട്ട് ഒരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു. നബിയേ, ആ സ്വഹാബിക്ക് കളവ് ശീലമായിട്ടുണ്ട്, വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശീലമായിട്ടുണ്ട്, അത് ദുഷ്കർമ്മങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം നിസ്കരിക്കുന്ന ആളാണോ? നിങ്ങളാ പറഞ്ഞ കളവ് ശീലമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബി നിസ്കരിക്കുന്ന ആളാണോ? കള്ളം പറയലല്ല, കട്ടെടുക്കല്. നിസ്കരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോ അതെ, നിസ്കരിക്കുന്ന ആളാണ്. എന്നാ ഇന്ന സ്വലാത്തഹു സതൻഹാ, ആ നിസ്കാരം ഈ വിഷയത്തിൽ നിന്ന് അയാളെ മാറ്റും. നിങ്ങൾ നോക്കിക്കോ, ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് അയാളെ മാറ്റും നിസ്കാരം. കാരണം നിസ്കാരത്തിന് അത്തരത്തിൽ വലിയൊരു കഴിവുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം അത് യഥാർത്ഥ നിസ്കാരമാകണം. ഹാഫിദ് ഇബ്നു കതീർ പറഞ്ഞിട്ടുണ്ട്, ഈ ലോക്കൽ നിസ്കാരമല്ല, കുത്തിമറയലല്ല. ആ നിസ്കാരത്തിൽ 3 ചേരേണ്ടതുണ്ട്. എന്താണ് 3 എന്നറിയുമോ? ഒന്ന്, ആ നിസ്കാരത്തിൽ പാലിക്കേണ്ട അദബുകൾ മൊത്തം പാലിക്കുക. ഏതെങ്കിലും ഒരു അദബിന് കുറവുണ്ടെങ്കിൽ നമ്മൾ അത് ശീലിപ്പിച്ച് കൂടെ കൂട്ടുക. രണ്ടാമത് ഇഖ്ലാസ് ഏറി വരണം. മൂന്നാമത് ഖശിയത്തുല്ലാഹ്, നിസ്കാരത്തിൽ അല്ലാഹനെ കുറിച്ചുള്ള ബോധവും പേടിയും വരണം. അത്തരത്തിലുള്ള നിസ്കാരമാണോ? ഖൗഫുള്ള നിസ്കാരമാണോ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ശരീരത്തിന് സൗന്ദര്യമായി വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരം ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും. ചെയ്യണ്ടാന്ന് മനസ്സിനോട് പറയും, ശരീരത്തെ അതിന് തടസ്സം നിൽക്കും. പല മാർഗങ്ങളിലൂടെ കൊണ്ടുപോയി ആ തെറ്റിനെ തൊട്ട് നിസ്കാരം കാക്കും. അങ്ങനെ ഈ സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞ സ്വഹാബിമാര് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇപ്പയാള് നന്നായിട്ടുണ്ട്, ഇപ്പൊ ഒരു കുഴപ്പവുമില്ല, പഴയതിൽ നിന്ന് മാറിയിട്ടുണ്ട്, ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം അഖുല്ലകും ഇന്ന സ്വലാത്തഹു സതൻഹാഹു, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ നിസ്കാരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് അയാളെ തടഞ്ഞു നിർത്തും, അയാളെ പിന്തിരിപ്പിക്കും. അത് ചെയ്യാനുള്ള ഒരു സൗന്ദര്യം അയാളെ മനസ്സിനും ശരീരത്തിനും വരൂല. ഓ സഹോദരങ്ങളെ, നമ്മൾ കഴിവിന്റെ പരമാവധി നിസ്കാരത്തിൽ ജാഗ്രത പാലിച്ചത് റമദാനിലാണ്. മിക്ക ആളുകൾക്കും നിസ്കാരം ഖളാ ആയിട്ടില്ലല്ലോ. ഈ ഒരു സ്വഭാവം റമദാനിന് ശേഷവും നിലനിർത്തി കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിക്ക ആളുകളും സുബ്ഹിന്റെ ജമാഅത്തിൽ ശഅബാൻ 29 കാണാത്ത ആളു റമദാൻ 1 സുബ്ഹിന്റെ ജമാഅത്തിന് എല്ലാ ദിവസവും. പെരുന്നാളിന്റെ അന്ന് ഒന്നാകലോടെ ആ ജമാഅത്ത് പോകരുത്. അവിടെയാ നമ്മളെ കഴിവ് വേണ്ടത്. നമ്മൾ അന്നും പോകണം. സത്യത്തിൽ അന്ന് 2 വട്ടം പള്ളിയിൽ പോയി എന്നുള്ളവർക്ക് മുടക്കൊന്നും ഉണ്ടാകരുത്. നമ്മക്കല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഏതായാലും പള്ളിയൊക്കെ 7 പോകണ്ടേ, ഇപ്പൊ ഇനി സുബഹിക്കും പോണോ എന്ന് നമ്മൾ ചോദിക്കും. നമ്മുടെ ഹവ നമ്മോട് ചോദിക്കും, നമ്മുടെ ഇച്ഛ. 7 ഇനിയും മാറ്റി കുളിച്ചൊരുങ്ങി പോണ്ടേ, ഭക്ഷണം കഴിച്ച് പിന്നെന്തിനാ സുബഹിക്കും പോകുന്നത്? അതാ. അപ്പൊ ഒരു പിന്തിരിപ്പൻ ശൈലി നമ്മൾ തന്നെ നമ്മിൽ നിന്ന് വന്നു, അതുണ്ടാകരുത്. അപ്പോ നിസ്കാരം റമദാനു ഷരീഫായിട്ട് അൽഹംദുലില്ലാഹ് ഖളാ ആയിട്ടില്ല, എന്നാ അതൊരു വലിയ ഭാഗ്യമാണ്. മിക്കതിലും ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്, അത് വലിയ ഭാഗ്യമാണ്. ഇതേ കാഴ്ചപ്പാട് റമദാൻ കഴിഞ്ഞാലും നമുക്ക് കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് വേണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ.
അതിനൊരു പ്രതിരോധം വേണം. അത് ശീലമാക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ട്. റമദാനിൽ 29 ദിവസം ഞാൻ സുബൈക്ക് പോയി. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും സുബൈക്ക് പോകുന്ന. അങ്ങനെ സുബൈക്ക് എല്ലാ ദിവസവും ജമാഅത്തിന് പോകുമ്പോൾ ഒരു വേറിട്ട സൗന്ദര്യം നമുക്ക് കിട്ടും, ആത്മീയത കിട്ടും. അങ്ങനെ ആ സുബൈക്ക് ഇപ്പൊ പള്ളിയിലെത്തുമ്പോ ആരോന്ന് എന്താ ചെന്ന് പള്ളിക്ക് വന്ന് സുബൈ നിസ്കാരത്തിന് വന്ന അപ്പൊ ഒരാളെ ചോദ്യം എന്താ പള്ളിക്ക് വന്ന്, ഞാൻ നാളെ മുതൽ പോണ്ട. അങ്ങനെ ആകരുത്. ഒരാള് നമ്മൾ വന്ന് ചോദ്യം ചെയ്തപ്പോ പിന്നെ നമ്മൾ പള്ളിക്കൊക്കെ ഇല്ല എന്ന മട്ടിൽ സംസാരിക്കരുത്. പള്ളിയിലേക്ക് വന്നാൽ പൊതുവെ ആൾക്കാർ പലരും ഇങ്ങനെ നോക്കും, ആരൊക്കെ വന്ന്, അതൊരു സന്തോഷം കൊണ്ട് നോക്കായിരിക്കും. എന്നാലും നമ്മൾ തിരിഞ്ഞു പോകാൻ പാടില്ല. എന്താ അയാൾ എന്നെ തന്നെ നോക്കുന്നത്? അല്ല, നിങ്ങൾ ജമാഅത്തിന് വന്നു എന്നുള്ള സന്തോഷത്തിൽ നോക്കുകയാണ്. നിങ്ങളൊരു പുള്ളിയാണ്, പിടികിട്ടാ പുള്ളിയാണ് എന്നുള്ള അർത്ഥത്തിൽ നോക്കുകയല്ല. ജമാഅത്തിന് വന്ന സന്തോഷത്തിന് നോക്കുകയാണ്. നിങ്ങളും സന്തോഷത്തോടെ അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞപ്പോ എന്തേ ഇപ്പൊ നിങ്ങള് വന്ന് നിസ്കരിക്കാൻ വന്ന ആളുകൊണ്ട് എന്തേ വന്നു വെച്ചാൽ നാളെ മുതൽ വരാതിരിക്കരുത്. ഞാൻ പള്ളിക്കൊക്കെ വന്നത് അയാൾക്ക് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ വരുന്നില്ല. അയാൾക്ക് പറ്റിയോ പറ്റിയില്ലേ നോക്കാനല്ല നമ്മൾ പോകുന്നത്, നമുക്ക് ഹൈർ കിട്ടാനാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ അങ്ങനെ ചോദിച്ചു എന്ന് വരും. പക്ഷെ നമ്മൾ അതുകൊണ്ട് പിന്തിരിയാൻ പാടില്ല. കാരണം അതും ഒരു പിന്തിരിപ്പൻ ശൈലിയാണ്. അവരുടെ ആ ചോദ്യവും നമ്മൾ പിറകോട്ട് നിൽക്കാൻ ഒരു സബബാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാകരുത്. ചോദിക്കുന്നത് നല്ലതൊന്നല്ല, പക്ഷെ ആര് ചോദിച്ചാലും നമ്മൾ മുടങ്ങാൻ പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എത്ര പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട് പള്ളിയിലേക്ക്. എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. മുമ്പ് തീരെ കാണാത്തവര് വരാറുണ്ട്. ആ വരുമ്പോഴൊക്കെ സ്വഹാബത്ത് ഇങ്ങനെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കും. അവർക്ക് മുസാഫത്ത് ചെയ്തവരെ സ്വീകരിക്കും. ഇന്നലെ വരെ വരാത്തവരാ. അവർ ഇന്നലെ രാത്രിയാണ് തങ്ങളെടുത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയത്. നിസ്കാരം തുടങ്ങാം, ജീവിതത്തിൽ ആദ്യത്തെ നിസ്കാരം, വയസ്സ് കുറെ ആയിട്ടുണ്ട്. പക്ഷെ അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. ഇതേ രൂപത്തിൽ നിസ്കരിക്കാൻ വരുന്നവരെ നമ്മൾ സ്വീകരിക്കണം. നമ്മളെ വാക്കുകൊണ്ട് മറ്റൊരാൾ മുടങ്ങിപ്പോകാൻ പാടില്ല. നമ്മളെ നോട്ടം കൊണ്ടും മറ്റൊരാൾ മുടങ്ങിപ്പോകാൻ പാടില്ല. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അതും ഒരു തരം പിന്തിരിപ്പൻ ശൈലിയാ. പക്ഷെ ഞാൻ പറഞ്ഞത്, ആരങ്ങനെ പിന്തിരിപ്പൻ ശൈലി ഉണ്ടാക്കിയാലും നമ്മൾ ആർജിച്ച നന്മയിൽ നിന്ന് പിറകോട്ട് പോകാൻ പാടില്ല. അതിൽ വല്ലാത്ത ഒരു കഴിവ് റമളാനു ശരീഫാകുമ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഖുർആൻ നോക്കാത്തത് പോയിട്ടില്ല, ഓതാത്തത് പോയിട്ടില്ല. സ്വഹാബത്തിന്റെ മൊത്തത്തിലുള്ള ശീലം എന്താണെന്നറിയോ? അല്ലാമ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഖാനൂ യക്റഹൂന അൻ യഖ്റുജ യൗമുൻ ലം യുൻളർ ഫിൽ മുസ്ഹഫി. മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കൽ സ്വഹാബത്തിന് വെറുപ്പായിരുന്നു. അതേപോലെ ഒരു വെറുപ്പ് അള്ളാഹു നമ്മളെ കൽബിലും തരട്ടെ. അള്ളാഹു നമ്മളെ കൽബിലും തരട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറഞ്ഞു. കാരണം ഖുർആനു ശരീഫ് ഒരു ദിവസം നോക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് വെറുപ്പാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഖുർആനിന്റെ പ്രതി പോലെ അന്ന് ഖുർആൻ പ്രതിയില്ല. ഒന്ന് എഴുതി വെച്ചതും പലതും തോലിലും എല്ലിലൊക്കെ ഉള്ളതാണ്. പിന്നെ മുസാഫിൽ നോക്കാതെ പോകാന്നൊരു വാക്ക് കണ്ടില്ലേ നിങ്ങൾ അവിടെ? മുസാഫ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാ, ഈ ഇരിക്കുന്നത്. നമ്മളെ മൊബൈല് അത് മുസാഫല്ല. അതുകൊണ്ട് മുസാഫ് ലഭ്യമാകുന്നിടത്ത് മുസാഫ് തുറന്നു തന്നെ ഓതണം. അത് കൂട്ടത്തിനൊന്ന് പറഞ്ഞ പള്ളിയിലെത്തിയിട്ടും അത് മറിക്കരുത്. അത് ഖുർആൻ എടുത്ത് ഓതാൻ. വീട്ടിലുണ്ടാകുമല്ലോ, യാത്രയിലൊക്കെ ഒരു പക്ഷേ സൗകര്യമാണ്. ഏതെങ്കിലും വീട്ടിലൊക്കെ ഒരു യാസീനോത്തുണ്ടെങ്കിൽ അതിനൊരു സൗകര്യം തെറ്റാതെ ഓതാനാണ് നല്ലതാണ്. കളിയൊന്നും വേണ്ട വന്നോട്ടെ. പക്ഷെ പള്ളിയിൽ വന്നിട്ട് നമ്മൾ എതിർത്ത് ഓതണം മുസാഫിന്റെ അടുത്ത്. വീട്ടിലൊക്കെ സൗകര്യം ഉണ്ടല്ലോ. മുസാഫ് നോക്കി ഓതാന്നുള്ളത് അത് നോക്കി ഓതിയാ കിട്ടുമോ? കിട്ടൂല. കാരണം മജുമുഅത്ത് കുത്തുബ അതിൽ പലതും ഉണ്ട്. അതിൽ മാലുണ്ട്, മൗലൂദുണ്ട്, റാത്തീബുണ്ട്, കഞ്ചുല്ലർസ് ഉണ്ട്, ഹിസ്ബുൻ നസ്ർ ഉണ്ട്, പിന്നെ ഫോൺ നമ്പർ ഉണ്ട്, കുറെ ഫോമുകളുണ്ട്, മെസ്സേജുകളുണ്ട്, ശബ്ദകോശങ്ങൾ പലതും ഉണ്ട്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രം. അപ്പൊ മുസ്ഹഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കൽ ഇനി നമ്മളെ ജീവിതത്തിൽ വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. സ്വഹാബത്തിന് വെറുപ്പാന്ന് പറയുമ്പോ നമുക്കത് വെറുപ്പായി മാറണം. അവരത്രയും ക്ഷീണം സഹിച്ചിട്ടാണ് എല്ലിലും തോലിലും നോക്കി ഓതുന്നത്. അത്രയും അന്നത്തെ കാലത്ത് കഴിവ് കുറവായിരുന്നു, സൗകര്യങ്ങൾ വികസിച്ചിട്ടില്ല.
ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇൽമ് എഴുതി വെച്ച 2 കൊട്ടയും ഏറ്റിട്ടാണല്ലോ മദീനയിലേക്ക് പോയത്. 2 കൊട്ടയിലും കാരക്കയും മുന്തിരിയുമല്ല, ഇൽമ് എഴുതിയ എല്ലിന്റെയും തോലിന്റെയും മരത്തിന്റെയും കഷ്ണങ്ങളാണ്. അത് തലയിലേറ്റിട്ടാണ് മദീനയിലേക്ക് മക്കത്തുനിന്ന് യാത്രയാകുന്നത്. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഹളറത്തിലെത്തുന്നത്. ആ കൊട്ടയിലുള്ളത് എന്താണ്? ഇൽമാണ്. ഇൽമ് എഴുതി വെച്ചിരിക്കുകയാണ്, ശരിയായ പേന കൊണ്ടല്ല. പേന ഏതാണെന്നറിയുമോ നിങ്ങൾക്ക്? എഴുത്ത് പെട്ടെന്ന് മാറിപ്പോകാത്ത പച്ചിലയാണ്. പച്ചിലകൾ എടുത്തിട്ട് അതിന്റെ തണ്ടെടുത്തിട്ട് എഴുതിയതാണ്. പെട്ടെന്ന് മാഞ്ഞു പോകാത്ത തരം ഇലകളുണ്ട്, തണ്ടുകളുണ്ട്. അതെടുത്തിട്ട് അതിന്റെ കറയിൽ എഴുതിയതാണ്. ഈ മരക്കഷ്ണങ്ങൾ ഏറ്റിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. അവരെ സാഹസികമായ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓരോരുത്തരുടെ വീട്ടിലും ഇഷ്ടം പോലെയുണ്ട്. ആ ഖുർആനിൽ നോക്കാത്ത ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു കടക്കാൻ പാടില്ല. സ്വഹാബത്തിന്റെ ആ ആവേശം നമ്മിലും വരണം. കാരണം ഖുർആൻ ഓതുന്നവരെ പറ്റി അള്ളാഹു വേറിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്നവരെ പറ്റിയും വേറെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കൈയയിച്ച് സ്വതക്ക ചെയ്യാൻ മടിയില്ലാത്തൊരു മാസമാണ്. ഏത് പള്ളിയിലും പിരിവിന് ചോദിച്ചാൽ ആള് പിരിവ് കൊടുക്കുന്നുണ്ട്. റമദാൻ കഴിഞ്ഞാലേ പാട്ടപ്പിരിവുക്കും കൂടി പൈസ അല്ലാതാകരുത്. റമദാനിൽ എന്നും 10 റുപ്യ ളുഹറിന്, 10 റുപ്യ അസറിന്. കാരണം ളുഹറിന് ഒരു മൂല്യരുട്ടി, അസറിന് വേറൊരു മൂല്യരുട്ടി, പുറത്ത് വേറൊരു പിരിവ്. വിവിധങ്ങളായ സ്വതക്കകളാ കൊടുത്തിരുന്നു. ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരും തരാത്തവരില്ല. എത്രയോ പള്ളികളിൽ നിന്ന് നിങ്ങൾ പള്ളി പരിപാലനത്തിന് പൈസ തരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റ് വന്ന് തരിക. റമദാൻ കഴിഞ്ഞാൽ ഇനി കൊടുക്കാനില്ല എന്ന് പറയരുത്. അത്ര കൊടുക്കുന്നില്ലെങ്കിലും കൊടുതി നമ്മൾ ശീലമാക്കണം. അപ്പൊ വെള്ളിയാഴ്ചയൊക്കെ പള്ളിക്കൽ പോകുമ്പോ നമ്മളൊക്കെ എല്ലാവരുടെ പള്ളിക്കലും ഒരു പാട്ടപ്പിരിവുണ്ടാവും അല്ലേ? ഒരു പാട്ടെങ്ങനെ പോലെ ഒരു ചക്രമില്ലാത്ത ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോ നമ്മളെ മുന്നിലെത്തുമ്പോ റമദാൻ എല്ലാ ദിവസവും കൊടുത്തതാണ്. ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന നിലക്ക് ആ പാട്ട് അങ്ങോട്ട് പോകരുത്. എല്ലാ വെള്ളിയാഴ്ചയും അതിലെന്തെങ്കിലും ഒരു സ്വതക്കണം. എന്നും ആ പാട്ട് വരുമോ? ഇല്ല. എന്നും ആ പാട്ട് വരുന്ന സ്ഥലത്ത് എന്നും ഇടണം. കഴിവിന്റെ പരമാവധി. അതത്ര വലിയ ഏറൊന്നും ആകൂല. നമ്മൾ എത്ര ഏറെ കൊടുത്താലും ഏറെ എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ കൊടുതി 2 വിധമാണ്. അള്ളാഹു പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. വിശുദ്ധ റമദാനിലാണ്, ഹിജ്റ 8-ാം വർഷമാണ് മക്കം ഫത്ഹ് നടന്നത്, മക്ക വിജയം. മക്ക വിജയത്തിന്റെ മുമ്പ് ചെലവ് ചെയ്തവരും യുദ്ധം ചെയ്തവരും ശേഷം വന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉലൈക അഅ്ലമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. മക്ക വിജയത്തിന്റെ മുമ്പ് പങ്കെടുത്ത യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ, സംഭാവന കൊടുത്തവർ ശേഷം കൊടുത്തവരെക്കാളും അഅ്ലമു ദറജതൻ, ഡിഗ്രി കൂടിയവരാണ്, സ്ഥാനം കൂടിയവരാണ്. ഇരിക്കട്ടെ, നമ്മളത് കഴിഞ്ഞാൽ തീരെ ഇല്ലാത്തവരായി മാറരുത്. വെള്ളിയാഴ്ചകളിലെങ്കിലും ആ സ്വതക്ക പുതുക്കണം. റമദാനിൽ ഒറ്റ ദിവസവും നമ്മളത് വിട്ടിട്ടില്ല. എന്നാ ശേഷവും അത് തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതും നന്മയിലുള്ള ഒരു ഇരിപ്പാണ്. കണ്ടില്ലേ നിങ്ങൾ ഈ 3 നന്മകളും അള്ളാഹു എണ്ണി പറഞ്ഞത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. 3 ഞാനിപ്പോൾ എണ്ണി പറഞ്ഞത് അള്ളാഹു ഖുർആനിൽ ആ 3 വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ കിതാബ് ഓതുന്നവര്, അഥവാ ഖുർആൻ ഓതുന്നവര്, അത് പാരായണം ചെയ്യുന്നവര്, ഖുർആനോത്ത് മാത്രമല്ല നിസ്കാരവും അവർ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. നിത്യമായി നിസ്കരിക്കുന്നുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. മൂന്നാമത്തത് നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് ശകലം അവരും കൊടുക്കുന്നുണ്ട്, ചെലവ് ചെയ്യുന്നുണ്ട്. സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. ഈ 3 കർമ്മങ്ങളും ദിനേന കൊണ്ടുപോകുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം പ്രതീക്ഷിക്കുന്നു.
സമ്പത്ത് മുഴുവനും കൊടുത്ത ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സമ്പത്തായ സമ്പത്ത് മൊത്തം അവർ കൊടുത്തു ദീനിന് വേണ്ടി, ഒരിഞ്ച് ബാക്കി വെച്ചില്ല. ഒരു സ്വഹാബിയെ പറയട്ടെ ഉദാഹരണത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ട സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മക്ക മുശ്രിക്കുകൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞു. സുഹൈബുർ റൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു. അതേ സ്വദേശം മക്കയിലല്ല, റോമിലാണ്. ശത്രുക്കൾ വളഞ്ഞിട്ട് പറഞ്ഞു, സുഹൈബേ, മദീനയിലേക്ക് നിന്നെ വിടൂലാന്ന്. കാരണം നീ മക്കക്കാരനല്ല, നീ റോമിൽ ജനിച്ച് മക്കയിൽ വന്ന് താമസിച്ച് ഇവിടെ ഒരുപാട് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടോ എന്താ മദീനയിലേക്ക് പോകുന്നതിന്? ആ സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് തരണം, എന്നാലേ വിടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ചിത്താന്താണത്. അധ്വാനിച്ച് അവനാൻ ഉണ്ടാക്കിയ സമ്പത്താണ് ചോദിക്കുന്നത്. ഓലിന്ന് വല്ലതും പിടിച്ചെടുത്തല്ല, കച്ചവടം ചെയ്തിട്ടും വിൽപ്പന നടത്തിയിട്ടും അധ്വാനിച്ചിട്ടും ചോര നീരാക്കി വിയർപ്പൊഴുക്കിയിട്ട് ഹലാലായ മാർഗത്തിൽ ഉണ്ടാക്കിയ സമ്പത്ത് അത് തരണം. സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ നല്ല അമ്പെയ്ത്തുകാരനാണ്. എന്റെ കുറ്റിയിലെ അമ്പെടുത്തിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അമ്പെയ്താൽ നിങ്ങളെല്ലാവരും മാറിപ്പോകും, നിങ്ങൾക്ക് എന്നെ തടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ കൂട്ടത്തിൽ അതിനെനിക്ക് വലിയ കഴിവുണ്ട്, വലിയ പ്രാഗൽഭ്യമുണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ ലക്ഷ്യം മദീനയിലെത്തലാണ്. അതിനെനിക്ക് ഒന്നും തടസ്സമാകരുത് എന്നത് എന്റെ നിശ്ചയമാണ്. സമ്പത്ത് വേണോ എഴുതിക്കോ, തോയിഫിന്റെ ഭാഗത്ത് ഇത്രയുണ്ട്, ദാറുൽ അർഖമിന്റെ ഭാഗത്ത് ഇത്രയുണ്ട്. ഓരോ ഭാഗത്തെയും സമ്പത്ത് പറഞ്ഞു കൊടുക്കുന്നു, ഓരോരുത്തരെ എഴുതി കൊടുക്കുന്നു. എല്ലാ സമ്പത്തും കൊടുത്ത് മദീനയിലേക്ക് പോകുന്നു. ഒരൊറ്റൊന്ന് ബാക്കി വെച്ചിട്ടില്ല. മദീനയിലേക്ക് എത്തുന്ന നേരത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു കണ്ടപാടെ തന്നെ തങ്ങൾ പറഞ്ഞു, റബിഹൽ ബൈഉ റബിഹൽ ബൈഉ അബാ യഹ്യാ, കച്ചവടം ലാഭിച്ചുപോയി, കച്ചവടം ലാഭിച്ചുപോയി. അബൂ യഹ്യ എന്നവരെ, നിങ്ങൾ കച്ചവടം ചെയ്തത് നിങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ സമ്പൽ സമൃദ്ധികളെയുമാണ്. ഹലാലായ രൂപത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് ഒന്നുപോലും നിങ്ങൾ ജീവിതത്തിന് ബാക്കി വെച്ചില്ല. അപ്പയല്ലേ അല്ലാഹു ആയത്തിറക്കിയത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് ശരീരം തന്നെ വിൽക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹു ശരീരം വിറ്റത് നോക്ക് നിങ്ങൾ. അവനാൻ അധ്വാനിച്ച സമ്പത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? മദീനയിലേക്കുള്ള പോക്ക് തടസ്സപ്പെടുത്തിയപ്പോൾ എന്റെ പോക്ക് തടസ്സമാകാൻ പാടില്ല, എന്നെ ആരും തടയാൻ പാടില്ല, സമ്പത്ത് എനിക്കൊരു വിഘാതമാകാൻ പാടില്ല, മൊത്തം എണ്ണിക്കൊടുക്കുകയാണ്. അവരത്തരത്തിൽ കൊടുത്തെങ്കിൽ ഒന്നും വീട്ടിൽ ബാക്കി വെക്കാതെ മുഴുവൻ സ്വത്തും എടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നത്. ശത്രുക്കളിൽ പലരും വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പാനോട് പറഞ്ഞു, മക്കളെ പട്ടിണിയിലാക്കിയിട്ടാ നിങ്ങളെ മോൻ പോയിരിക്കുന്നത്, ഒരു ഇഞ്ച് വീട്ടിൽ ബാക്കി വെച്ചിട്ടില്ല, സമ്പത്ത് മൊത്തം കൊണ്ടുപോയി. അപ്പൊ ബാപ്പ വന്നു, ചൂടായിട്ടാ വന്നത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ ചൂടായി വന്നിട്ട് ചോദിച്ചു, ബാപ്പ, അല്ല നിങ്ങളെ ബാപ്പ അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയെന്ന് ചോദിച്ചു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നല്ല ഹിക്മത്തുള്ള മഹദിയല്ലേ. ആ മഹദി കുറച്ച് ചെരൽക്കല്ലുണ്ടായിരുന്നു സഞ്ചിയിൽ, അതിങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു, ദാ കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒക്കെ കൊണ്ടുപോയിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ആ ദേഷ്യം ഒന്ന് തടുക്കാൻ വേണ്ടി കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെ? മുതവക്കിലൻ അലല്ലാഹ്, കുടുംബത്തിന് അല്ലാഹു തആല കൊടുക്കും, അല്ലാഹു തആല കൊടുക്കും. അത് വലിയൊരു ആത്മവിശ്വാസം. അത്ര കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാണ് അല്ലാഹു നമ്മളെ കൂടി പരിഗണിച്ചിട്ടാ പറഞ്ഞു, മിമ്മാ റസഖ്നാഹും, നമ്മൾ അവർക്ക് കൊടുത്തേന്നൊക്കെ കൊടുക്കണ്ട, കുറച്ച് ശകലം കുറച്ച് 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 കൊടുത്ത് അവരങ്ങനെ ചെലവ് ചെയ്ത് കഴിയുന്ന ആൾക്കാർ വൻ ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. റമദാനിൽ ഈ 3 ലാഭങ്ങളുണ്ട് അല്ലെ? ഖുർആനോത്തുണ്ട്, നിസ്കാരം ദായിമായിട്ടുണ്ട്, സ്വതക്ക കൊടുക്കലും.
ഇത് റമദാനിന് ശേഷവും തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഒരു പ്രാക്ടിക്കലാണ് ഇപ്പൊ നമ്മൾ റമദാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ എടുത്തു വെക്കാൻ പറ്റുന്ന സമ്പത്ത് പോലും ആവശ്യക്കാർ വരുമ്പോ നമ്മൾ കൊടുക്കാം. റമദാനിൽ 100 കൂട്ടം ആവശ്യക്കാരല്ലേ വരുന്നത്? അവർക്കൊക്കെ ആളുകൾ കൊടുക്കുന്നുണ്ടല്ലോ. എത്രയാണ് ഓരോ പള്ളിയുടെ പരിസരത്ത് ആൾക്കാർ നിൽക്കുന്നത്? ഹാജത്തുള്ളവരാണ്, വെറുതെ വന്നവരല്ല, ആവശ്യക്കാരാണ്. രോഗഗ്രസ്തരായി കിടക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. പോകുന്ന ആൾക്കാരൊക്കെ പള്ളിയിൽ സംഭാവന കൊടുത്തവരെന്നെ ഈ രോഗിക്ക് കൊടുക്കുന്നു. അപ്പൊ അപ്പുറത്ത് പോയി നോക്കുമ്പോ അതിനേക്കാളും കഷ്ടപ്പാടുള്ള ഒരാൾ, ഒരു കയ്യുമില്ല, ഒരു കാലും ഇല്ല. എങ്ങനെ ആളെ മാറ്റി? അയാൾ കൊടുക്കും. അപ്പുറത്ത് നോക്കുമ്പോ 2 കണ്ണിനും കാഴ്ചയില്ല. അയാൾ എങ്ങനെ മാറ്റും? അയാൾ കൊടുക്കും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോ റമദാൻ കഴിഞ്ഞാൽ പറ്റ കണ്ണ് ചിമ്പരുത്. കുറച്ചെങ്കിലും നമ്മുടെ ഭാഗത്തിരുന്ന് ആ വഴികളിലേക്ക്, അതാ പറഞ്ഞത്, വെള്ളിയാഴ്ചെങ്കിലും ഒരു ഒഴുക്ക് വേണം. നമ്മളെ റമദാനിൽ ചെലവ് പൊതുവെ നമുക്ക് കുറവാണ്. ഏത് ചെലവ്? നമ്മളെ ശരീരത്തിന് പൊതുവെ നേരത്തുള്ള ചെലവ്, പല ചെലവും കുറഞ്ഞു. വീടിന്റെ ചെലവ് കുറഞ്ഞു, സിഗരറ്റിന്റെ ചെലവ് കുറഞ്ഞു. അത് കൂട്ടി നോക്കുമ്പോ ഒരു വൻ ലാഭം റമദാനിലുണ്ട്. രാത്രിയാണെങ്കിൽ ഇത് വല്ലാതെ ഉപയോഗിക്കാനുള്ള കൂടുതൽ രാത്രി ഇല്ലല്ലോ, ഇപ്പൊ രാത്രി കുറവാണ്. അതുകൊണ്ട് നീണ്ട രാത്രി കിട്ടാത്തത് കൊണ്ട്, സുബഹിക്കും തന്നെ നീണ്ട സമയം കിട്ടാത്തത് കൊണ്ട് ചുരുങ്ങിക്കാം. പകലാണല്ലോ കൂടുതൽ നോമ്പില്. അപ്പൊ വൻ ലാഭ ആ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ തന്നെ ഒരാൾക്ക് ചെലവ് ആ ഒരു വിഷയത്തിൽ, ചായന്റെ വേറെ കടിന്റെ വേറെ, ആ ഒരു വിഷയത്തിൽ തന്നെ ചെലവ് വരുന്നത് ചുരുങ്ങിയത് ഒരു 50 രൂപ. അപ്പൊ ഒരാഴ്ചക്ക് എത്ര രൂപയായി? ഒരാഴ്ചക്ക് കൂട്ടി നോക്കുമ്പോ എത്ര രൂപയായി? 350 രൂപയായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ 350 രൂപയിൽ നിന്ന് 300 കൊടുക്കണ്ട, ഒരു 50എങ്കിലും ഒരു വെള്ളിയാഴ്ച പാത്രത്തിൽ പള്ളിയിലേക്കുള്ള സംഭാവനയിൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നമ്മൾ ബേക്കോട്ട് നിൽക്കരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സുഹൃതങ്ങളോട് നല്ല സല്ലാപം നമ്മുടെ ശരീരത്തിന് റമദാനു ഷരീഫിൽ ഉണ്ടാക്കിയെടുത്തത് തുടർത്തിക്കൊണ്ടുപോകണം. അത് വല്ലാത്ത ഒരു കഴിവാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവ് ഈ റമദാനിൽ കിട്ടിയത് തുടർത്തിക്കൊണ്ടുപോകണം. എല്ലാ ഭാഗത്തുനിന്നും കൂടയിഞ്ഞു വരും. കൂടയിഞ്ഞു വരുമ്പോ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. ഒന്ന് ഇക്കൊല്ലം നിങ്ങൾ നിയന്ത്രിച്ചോ, അടുത്ത കൊല്ലം മറ്റൊന്ന് നിയന്ത്രിക്കാനുള്ള സഹായിക്കും, പിറ്റത്തെ കൊല്ലം മറ്റൊന്ന് നിയന്ത്രിക്കാനുള്ള സഹായിക്കും. അങ്ങനെ ഒരു സഹായം നമുക്ക് ശീലമായി കിട്ടിയാൽ പടിപടിയായിട്ട് റമദാനു ഷരീഫ് കൊണ്ട് തന്നെ നമുക്ക് നന്നാകാൻ പറ്റും. അങ്ങനെ നന്നാകുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. വേറെ ഒരു ക്ഷമയാണ് അസ്വബ്റു അലൽ ബലാ. പരീക്ഷണത്തിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ പരീക്ഷണം? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, അല്ലേ? വിശപ്പിന്റെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചില്ലേ റമദാനിൽ? അനുഭവിക്കാത്തവരുണ്ടാകും. കുറച്ചെങ്കിലും അള്ളാഹു നമ്മളെ സഹായിച്ചതാണ് മഴ തന്നതുകൊണ്ട്. തീരെ മഴയില്ലെങ്കിൽ മഗ്രിബിന്റെ നേരത്ത് ചെലവാകുന്ന വെള്ളത്തിന് കയ്യും കണക്കുണ്ടാകും. അത്രയും ചൂടായിരിക്കും. ആലോചിച്ചു, ഇനി വരാനുള്ള കൊല്ലത്തിലൊക്കെ സംഗതി പേടിയാണ്. അത്രയും ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ഈ പട്ടിണി തന്ന് അല്ലാഹു തആല ഒരു പരീക്ഷിച്ചത്, ആ പരീക്ഷണം ക്ഷമിച്ചില്ലേ? കഴിഞ്ഞ കൊല്ലത്തെക്കാളും മണിക്കൂർ 2 കൂടുതൽ ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. എന്നാൽ പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ വരും. ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചത് അങ്ങോട്ട് മാതൃകയാകണം. ഏതെല്ലാം പരീക്ഷണങ്ങൾ വരും? രോഗം ഒരു പരീക്ഷണമായി വരും. ക്ഷമിക്കണം, വെപ്രാളപ്പെടരുത്, ദ്വാരക്കണം. വെപ്രാളപ്പെടരുത്. മാറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുത്തല ഇങ്ങനെ മാറ്റാനേ നല്ല ഇഖ്ലാസുള്ള ദുആ നമ്മളിതിങ്ങനെ കാത്തുകയാണ്, അല്ലെങ്കിൽ അതിന് സഹായം. അങ്ങനെ അതിന്റെ ആ ലെവലിൽ അങ്ങോട്ട് എത്തുമ്പോ ഒരു രോഗി കുറെ ദ്വാരുന്നു ലാസ്റ്റ് അള്ളാഹു തആലാനോട് ചൂടുള്ള ആവി പുറപ്പെടുവിച്ചത് പറഞ്ഞു, പടച്ചോനെ ഇനി എന്നെ കൊണ്ട് ദ്വാരക്കാൻ കഴിയും, ഒന്ന് മാറ്റി തന്നു. അപ്പൊ അള്ളാഹു തആല തീരുമാനിച്ചു, ആയിക്കോട്ടെ ശരി. ഇപ്പൊ അയാളിൽ നിന്ന് വന്ന ആ ലാസ്റ്റ് വചനല്ലേ, അത് ഇഖ്ലാസിന്റെ കട്ടയാണ്. അപ്പൊ ഇനി ഒന്ന് മാറ്റിക്കൊടുക്കും. അപ്പൊ ഓരോ സബബുണ്ട്, കൃത്യമായിട്ട് കൊടുക്ക് എത്തുമ്പോ അള്ളാഹു മാറ്റിത്തരും. അല്ല രോഗം മാറ്റിത്തരാക്കൂല, എല്ലാ രോഗത്തിനും അള്ളാഹു തആല മരുന്ന് വെച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്.
അവിടേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിന്റെ അസ്ബാബുകളുമായി ബന്ധപ്പെടണം. നമ്മുടെ ഈ മജ്ലിസിൽ വിവിധ തരം അത്തരത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ഇങ്ങോട്ട് വിളിച്ചറിയിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ തങ്ങൾ ഉസ്താദ് നമ്മളോട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു ദ്വാർക്കും. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. അതെന്നെ കരുതി വന്ന എത്ര ആൾക്കാരുണ്ട്. പക്ഷെ ആ പരീക്ഷണത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അത് സഹിച്ച് മുന്നോട്ട് നീങ്ങണം. രോഗികളായ ആൾക്കാരും ചില രോഗം തരണം ചെയ്ത് നോമ്പുറ്റവരുണ്ട്, നിസ്കരിച്ചവരുണ്ട്. അതിനവർക്ക് ഇരട്ട പ്രതിഫലം അല്ലാഹു കൊടുക്കും. ചെറുതല്ല. സഹിച്ച് ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് എത്ര കൂലിയാ? 2 കൂലിയാണ്. വല്ലദീ യതതഅതഹു ലഹു അജ്റാൻ. ഒരാൾ ഖുർആൻ സ്പീഡിൽ അങ്ങനെ ഓതിപ്പോകുന്നു. അയാൾക്ക് ഖുർആൻ ഒത്തിരി പ്രശ്നമല്ല. ജീവിതക്കാരെ അങ്ങനെ ഓതിപ്പോകുക അയാൾക്കൊരു സാഹസല്ല. ആൾ 20 മിനിറ്റ് കൊണ്ട് 25 ജുസൊക്കെ തീർക്കും. മറ്റേ ആൾ 25 മിനിറ്റ് കൊണ്ട് എത്ര പേജാ കഴിയാ? 2 പേജ് തന്നെ ആകോ സംശയമാണ്. ആളിങ്ങനെ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് മഹ്റജൊക്കെ നോക്കി അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഇങ്ങനെ പോകാം. കൂലി കൂടുതലാർക്കാ? ഈ പതുക്കെ പോകുന്ന ആൾക്കാണ് കൂലി കൂടുതൽ. അതെന്തേ? അയാൾക്ക് 2 കൂലിയാണ്. ഓത്തിന്റെ കൂലിയും പ്രയാസം തരണം ചെയ്യുന്ന കൂലിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹു അജ്റാൻ 2 കൂലിയാ പറഞ്ഞു. ചിലതിന് അങ്ങനെയാണ്. സ്വതക്കയിൽ 2 കൂലി കിട്ടുന്ന സ്വതക്കുണ്ട്. അത് കുടുംബക്കാർക്ക് കൊടുക്കുന്ന സ്വതക്കൊക്കെ 2 കൂലിയാണ്. കുടുംബക്കാർക്ക് കൊടുക്കാനാണ് പൊതുവെ നമ്മൾ വേക്കോട്ട്. പുറത്തുക്ക് കൊടുക്കാൻ നമ്മളൊക്കെ മുന്നോട്ടാണ്. കുടുംബക്കാർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് വേക്കോട്ടാണ്. അതെങ്ങനെ? നാട്ടിലൊരു എത്തിയും കുട്ടിന്റെ കല്യാണം. എത്തിയും കുട്ടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ കുട്ടി നേരത്തെ എത്തിയുമായിരുന്നു. ഇപ്പൊ എത്തിയുമല്ല. ഇപ്പൊ പുലുവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് അതിന്റെ പേര് പറയാം. ആ എത്തിയും കുട്ടിന്റെ കല്യാണത്തിന് എല്ലാവരും സജീവമായിട്ട് കൊടുക്കും. പെങ്ങളെ കുട്ടിന്റെ കല്യാണത്തിനോ? പെങ്ങളെ കുട്ടിന്റെ കല്യാണത്തിന് നേരത്തെ ആ കൊടുത്തിൽ 1% ഉണ്ടെങ്കിൽ തന്നെ റാഹത്ത. അവിടെ കൊടുത്ത് 10,000 ആണ്. 1% എത്ര? 1000 അല്ലേ? 1000 ഉണ്ടാവും. ഒരു 500 വെക്ക വർക്കത്തിൽ. അങ്ങനല്ല. അവിടെ 10,000 കൊടുത്തെങ്കിൽ ഇവിടെ എത്ര കൊടുക്കണം? 15,000 കൊടുക്കണം. അതിനല്ലേ 2 കൂലി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിൽ വന്നു. സ്വഹാബി ഭാര്യമാര് ചോദിച്ചല്ലോ. നബി തങ്ങൾ ഒരു ക്ലാസ്സിൽ സ്വഹാബി വനിതകളോട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ക്ലാസ് പിരിഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ, മഹാനവറുകൾ പാവപ്പെട്ട സ്വഹാബിയാണ്, കഴിവൊന്നുമില്ല. ഭാര്യ പോയിട്ട് സൈനബി പോയിട്ട് പറഞ്ഞു, ഭർത്താവേ, ഇന്നത്തെ ക്ലാസ്സിൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക കൊടുക്കാൻ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ഒരു കഴിവ് കുറഞ്ഞ ആളാണ്. എനിക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്. ആ സമ്പത്ത് നിങ്ങൾക്ക് തന്നെ തരികയാണെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, പുറത്തേക്ക് കൊടുത്തെങ്കിലേ സ്വതക്ക വീടുന്നാണെങ്കിൽ പുറത്തേക്ക് തന്നെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ അതൊന്ന് പോയി ചോദിച്ചു വന്നാ നല്ല സുഖാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാനത് ചോദിക്കാൻ പോവില്ല. കാരണം എനിക്ക് കിട്ടേണ്ട വിഷയം ഞാനെങ്ങനെ ചോദിക്കാൻ പോവാ? ഞാൻ ചോദിക്കാൻ പോലെ നിങ്ങൾ വെക്കോളി. സൈനബി റളിയല്ലാഹു അൻഹ പോയി. അവിടെ എത്തി നോക്കുമ്പോ അതേ ആവശ്യമായിട്ട് വന്ന വേറൊരു പെണ്ണുണ്ട്. മഹാദി പറഞ്ഞു, എന്റെ ആവശ്യം തന്നെ ആ പെണ്ണിന്റെ ആവശ്യം. ഭർത്താവിനോടെങ്കിലും അവർ ഭർത്താവ് പോകാൻ പറഞ്ഞാ പോയി ചോദിച്ചു നോക്ക്. കുറെ നേരം അവിടെ നിന്നു, ആരും കിട്ടിയില്ല. അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങള് 2 ആൾക്കാർ വന്നത് ആവശ്യമായിട്ടാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അത് പുറത്തേക്ക് കൊടുക്കേണ്ടതുണ്ടോ അല്ല ഭർത്താക്കന്മാർക്ക് തന്നെ കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതിനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ചോദിക്കണം, ഞങ്ങൾ ആരാന്ന് പറയണ്ടെന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, 2 ഭാര്യമാര് വാതിൽക്കൽ വന്നിട്ടുണ്ട്, 2 സഹോദരിമാര്. അവരുടെ ആവശ്യം 2 ആള് ഒരാവശ്യമാണ്. സ്വതക്ക കൊടുക്കാൻ അവർക്ക് പണമുണ്ട്. അത് ഭർത്താക്കന്മാർക്ക് തന്നെ കൊടുത്താൽ മതിയോ അല്ല പുറത്തേക്ക് കൊടുക്കണോ എന്നാലേ വീടുള്ളൂ എന്ന് ചോദിക്കാൻ വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻഹുമ, അതാരാ? ആരാണ് 2 ആളുകൾ? ആരാന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ പറയണ്ടാന്ന് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിലും തങ്ങൾ ചോദിച്ചത് ആരാണ്? ഒന്ന് ഇമ്രാത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യയാണ് ഒന്ന്. മറ്റൊന്ന് അൻസാറുകളിൽപ്പെട്ട ഒരു പെണ്ണാണ്. ആ പെണ്ണിന് എനിക്ക് അത്രേ പരിചയമുള്ളൂ, കൂടുതൽ പേരൊന്നും അറിയില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹുമാ അജ്റാനി, അവർക്ക് 2 കൂലിയുണ്ട്. അജ്റുൽ ഖറാബത്തി വ അജ്റുസ് സ്വദഖ. കുടുംബ ബന്ധം പുലർത്തിയ കൂലിയുണ്ട്, സ്വതക്ക കൊടുത്ത കൂലിയുണ്ട്. കുടുംബത്തിന് കൊടുക്കണം, അവരെ നന്നായി സ്നേഹിക്കണം. ഒരു പക്ഷെ ചിലരങ്ങനെ കൊടുക്കാതിരിക്കണത്, കൊടുത്താൽ ഇങ്ങോട്ടൊന്നും നന്ദിയൊന്നും പ്രതീക്ഷിക്കാൻ കിട്ടേണ്ടിയുണ്ടാവില്ല. ചിലപ്പോ കൊടുത്തതിന് ഒരു ഓർമ്മ ഉണ്ടാവില്ല. കൊടുത്ത നമ്മൾ ഓർമ്മിക്കണ്ട, അത് പടച്ചോൻ എഴുതി കണക്കാക്കി അവിടെ കിട്ടിക്കോളും.
അങ്ങനെ അവർ തന്നാലും ശരി തന്നിട്ടില്ലെങ്കിലും ശരി അള്ളാഹു തആല തരും. അപ്പൊ രണ്ട് കൂലിയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട്. അതേ രൂപത്തിൽ രണ്ട് കൂലിയുള്ളതാണ് വളരെയധികം കഷ്ടപ്പെടുന്നവന്റെ പ്രാർത്ഥന, അവന്റെ ഖുർആനോത്ത്, രോഗം സഹിച്ചിട്ടുള്ള ഇബാദത്ത്. റമളാനിന് ശേഷവും പലതും സഹിച്ചിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യണം. അത് ബലാഇന്റെ മേലുള്ള ക്ഷമയാണ്. പലതും സഹിച്ചിട്ടാണ് റമളാനിൽ നമ്മൾ അങ്ങനെ ചെയ്തത്. പല ആളുകളും ചെയ്തത് ഉസ്താദേ ഒരു നിലക്ക് സുഖല്ല, പക്ഷെ എങ്ങനെ പള്ളിയിൽ തറാവീന് വരാതിരിക്കും? അങ്ങനെ വരാൻ കഴിയുന്നില്ല, മുട്ടുംകാലൊക്കെ വല്ലാത്ത ക്ഷീണം. പക്ഷെ ഞാനിങ്ങനെ ഇറങ്ങിയപ്പോ പതുക്കെ ഇങ്ങനെ പോന്നതാണ്. സുബ്ഹാനല്ലാഹ്, റമളാനിന് ശേഷം 5 വക്തിലും വരാൻ കഴിയില്ലെങ്കിൽ ഒരു വക്തെങ്കിലും അങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മൾ പോകണം. കഴിവിന്റെ പരമാവധി. റമളാൻ ശരീഫിൽ ഭക്ഷണം കഴിക്കാനില്ലാത്തതുകൊണ്ട് ജുമുഅക്കൊക്കെ എത്ര നേരത്തെത്തി. റമളാൻ കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിലത് വേണം. അവിടെയും നമ്മളൊരു പരീക്ഷണം സഹിക്കുന്നുണ്ട്. ഉറക്കം വല്ലാതെ വരുന്നുണ്ട്, ഉറക്കം മാറ്റി ശരീരം എഴുന്നേൽപ്പിച്ചിട്ടാ നമ്മൾ പോന്നത്. അപ്പൊ രോഗം വകവെക്കാതെ, ക്ഷീണം വകവെക്കാതെ, വിശപ്പ് വകവെക്കാതെ അതൊക്കെ ക്ഷമിച്ച് സഹിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞ ഈ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ബാസൂർ രോഗം വന്നു. വല്ലാത്ത അസഹ്യമായ രോഗമാണ്. പക്ഷേ രോഗം വന്നിട്ടും ഷാഫി ഇമാം തങ്ങൾ ദർസ് നിർത്തിയിട്ടില്ല. നിങ്ങൾ നോക്കി എത്ര വലിയ ക്ഷീണം സഹിക്കുന്നുണ്ട്. ദർസ് നടത്തുന്നിടത്ത്, ഇരിക്കുന്നിടത്ത് അടിയിൽ ഒരു ബക്കറ്റ് വെച്ചു, ഒരു വലിയ വട്ടപാത്രം. അതിലേക്ക് രക്തം ഇങ്ങനെ ഉറ്റി വീഴുന്നു. രക്തം നിറഞ്ഞാൽ അത് പുറത്തു കൊണ്ടുപോയി ഒഴിവാക്കുന്നു. വീണ്ടും ആ വട്ടപാത്രം കൊണ്ടുവന്ന് വെക്കുന്നു. അതിന്റെ മേലെ ഇരിക്കുന്നു. തായോട്ട് രക്തം ഉറ്റി വീഴുന്നു. ആ ഉറ്റി വീഴുമ്പോഴൊക്കെ കഠിന പ്രയാസം സഹിക്കുന്നുണ്ട്. പക്ഷേ ആ ബലാ തരണം ചെയ്തിട്ടും ദർസിൽ മുഴുകിയിട്ടുള്ള ആനന്ദം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നേടിയെടുക്കുന്നു. അപ്പൊ ഷാഫി ഇമാം തങ്ങൾ ദർസിന് ആരോഗ്യവാന്മാരുടെ ദർസിനേക്കാളും കൂലി കൂടുതലുണ്ട്. കാരണം വീട്ടിൽ വിശ്രമിച്ചൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് വേണ്ട. കാരണം ഈ മുതഅല്ലിമീങ്ങളുമായി ഇൽമ് ചർച്ച ചെയ്യുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു സുഖം, അത് ദുനിയാവിൽ ഞാൻ കാണുന്ന വലിയ സുഖമാണ്. 2 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാ ഞാൻ ദുനിയാവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ലൗലാ മുദാക്കറത്തുൽ ഇഖ്വാനി ഫിൽ ഇൽമി വത്തഹജ്ജുദു ഫിൽ ലൈലി മാ അഹ്ബബ്തുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ. ഇൽമ് പറഞ്ഞു കൊടുക്കലും അത് പഠിക്കലും അത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കലും തഹജ്ജുദ് നിസ്കാരവും ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ ഒരു ഇഷ്ടവുമില്ല. അതുകൊണ്ട് ബാസൂർ രോഗം വന്നിട്ട് പോലും ഒന്ന് വീട്ടിൽ പോയി കിടക്കാതെ ബലാ തരണം ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് ദർസ് നടത്തി. ജീവിതത്തിൽ അവസാനം അടിയേറ്റ് തലക്ക് പരിക്ക് പറ്റിയിട്ട് നടക്കാൻ കഴിയുന്നതിന് വിഷമം വരുന്നൊരു കാലം വരെ ഷാഫി ഇമാം തങ്ങൾ ദർസിൽ മുഴുകിയിട്ടുണ്ട്. ആ ദർസ് നടത്തിയ പള്ളിയിലാണ് മഹാനവറുകൾ ഇന്ന് അന്തിയുറങ്ങി കിടക്കുന്നത്. അവിടത്തേക്ക് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് ബലാ സഹിച്ചുകൊണ്ട് അമല് ചെയ്യണം. മഅസിയത്തിനെ തൊട്ട് മാറിയിട്ട് അമല് ചെയ്യണം. നല്ല കാര്യങ്ങളിൽ ശരീരത്തെ പിടിച്ചിരുത്തണം. ഈ 3 കഴിവും റമദാൻ ശരീഫിൽ നമ്മൾ പതുക്കെ ആർജിച്ചിട്ടുണ്ട്. അത് വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദസ്സ് കൂടി അല്ലാഹു അതിന് സഹായകമാക്കി തരട്ടെ. ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയും ഇന്നത്തെ രാവിലെ എല്ലാവിധ ഖൈറാത്തുകളും അതിന് അല്ലാഹു വലിയ മുതൽകൂട്ടാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ വലിയ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ ക്ഷീണവും സഹിച്ച് നമുക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവിടുത്തെ എല്ലാ ഖിദ്മത്തിലും അല്ലാഹു ബറക്കത്തേറ്റി കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ എത്തിയ കാരണവന്മാര് ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എല്ലാവരുടെ വരവും നിയ്യത്തും അല്ലാഹു ഖബൂലാക്കി തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ടറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും. റമദാനിൽ സാധാരണ 25-ാം രാവിൽ നടക്കുന്ന മഹത്തായ സദസ്സ് അല്ലാഹു സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഇതിലേക്ക് ആടുകൾ എത്തിയത് 39 ആടുകൾ. എല്ലാം നിറവേറി സന്തോഷമായി എത്തിയ ആടുകളാണ്. അതിൽ ഒരു ആട് തലക്കടത്തൂരിൽ കുഞ്ഞി മൊയ്തീൻ എന്ന സഹോദരൻ ക്യാൻസർ മാറി സന്തോഷമായി എത്തിയ ആടുകളാണ്. അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തിൽ ഉള്ള വിഷമങ്ങളൊക്കെ നിനക്കറിയാമല്ലോ അല്ലാഹ്. ഈ മഹത്തായ സദസ്സിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശം നീ ഹാസിലാക്കി തരണമല്ലോ. ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കുത്തുബിയ്യത്ത് വാർഷികം. ഈ വാർഷികത്തിന് ഒന്നും തന്നെ ആദ്യം ഒരുക്കി വെക്കൽ ഇല്ല. സാധാരണ എല്ലാം സന്തോഷമായി ഇവിടേക്ക് അരികൾ അതിൻ്റെ സംഖ്യ ഇവിടെ എത്തിക്കൽ, നമ്പർ എഴുതി വച്ചിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് നമ്പറിൽ വിളിക്കും. സന്തോഷമായാൽ അരിയുടെ സംഖ്യ എത്തിക്കും. അതേ രൂപത്തിൽ ആട് ഇത് സന്തോഷമായിട്ട് അവരുടെ നമ്പർ തന്നു. ആ സമയത്ത് അവർക്ക് വിളിക്കുകയും അങ്ങനെ ആടുകൾ എത്തിക്കുകയുമാണ്. ഭവനത്തിനുള്ള സഹായം, അതിനുള്ള സംഖ്യ, കല്ല്, ഒരു ലോഡ് കല്ലിൻ്റെ സംഖ്യ, ഇന്നത് കാര്യം നിറവേറിയാൽ ഞാൻ ഇവിടേക്ക് എത്തിക്കാം എന്ന് പറയുകയും ആ രൂപത്തിൽ അവർക്ക് ആ സമയത്ത് വിളിക്കുകയും അങ്ങനെ കിട്ടുന്ന ആ സംഖ്യ ഭവന സഹായമായി നാം നൽകുന്നു. ഈ സമയത്ത് ഇവിടെ ഒന്നുമില്ല. അല്ലാഹു തആല അറിയാത്ത രൂപത്തിൽ അതൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ. മക്കൾ ഉണ്ടായി അവരെ മുടികളച്ചിൻ്റെ സമയത്ത് സന്തോഷമായി സ്വർണമോതിരം ഇവിടെ എത്തിക്കുന്നു. പലരും എത്തിച്ചിട്ടുണ്ട്. അത് പാവങ്ങളുടെ വിവാഹത്തിന് വിഷയത്തിൽ വാർഷികത്തിൽ നൽകൽ, ഇതൊക്കെ നല്ല രൂപത്തിൽ അല്ലാഹു തആല നടത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഭീമമായ സംഖ്യ വരുന്നു. ഒന്നും നാം പിരിക്കുന്നില്ല. ആ സദസ്സിൽ പോലും നാം വാർഷികത്തിൻ്റെ സമയത്ത് പോലും ഒന്നും പിരിക്കുന്നില്ല. ഉസ്താദുമാർ വരുന്നു, മുതഅല്ലിമീങ്ങൾ വരുന്നു, അവരുടെ വാഹനത്തിനൊക്കെ നമ്മൾ സംഖ്യ കൊടുക്കുന്നു. ഒരു വിഷമം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതേ രൂപത്തിൽ നല്ല രൂപത്തിൽ നമുക്ക് നിർവഹിക്കാൻ അല്ലാഹ് നീ തൗഫീക്ക് നൽകണം അല്ലാഹ്. ജൂലൈ 18, 19 വാർഷികം തീരുമാനിച്ചത്. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരാകണം. വാർഷികത്തിന് സജീവമായി പങ്കെടുക്കുന്നവരാണ്. നമ്മുടെ വാർഷികത്തിൻ്റെ സമയത്ത് ഉസ്താദുമാരൊക്കെ പ്രശംസിക്കുന്നത് നമ്മുടെ വാർഷികം തുടങ്ങിയ ആ സമയം മുതൽ അവസാന സമയം വരെ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ഖുത്ബിയ്യത്തിൻ്റെ 2ാമത്തെ ദുആ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഈ ഒരുമിച്ച് കൂടുന്ന നിങ്ങളാണ് അതിൻ്റെ പ്രചാരകർ. എല്ലാ രൂപത്തിലും നിങ്ങൾ പ്രചാരകരാകണം.
ഇതിന് ഒന്നും പ്രചരണത്തിന് നമ്മൾ ഒരുങ്ങുന്നില്ല. ജൂലൈ 18 കോയക്കാപ്പാട് നയിക്കുന്ന ലൈഹൻ മഹിഫിൽ എന്നുള്ള മദ്ഹ് ഗാനങ്ങളൊക്കെ അതിലൊക്കെ സജീവമായി പങ്കെടുക്കണം. ജൂലൈ 19 കുത്തുബിയ്യത്ത് വാർഷികം, എല്ലാ സാദാത്യങ്ങളും സംഗമിക്കുന്ന പങ്കെടുക്കുന്ന ആ വാർഷികം എല്ലാവരും എല്ലാ രൂപത്തിലും സഹായിക്കണം. നിങ്ങളാണ് അതിൻ്റെ പ്രചാരകൻ. ആദ്യമായിട്ട് അതിൻ്റെ തുടക്കം എന്നോളം മഹാനായ മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങളുടെ നാമകരണത്തിലാണ്. അവിടത്തേക്കൊരു ഫാത്തിഹ ഓതി നമുക്കൊന്ന് തുറന്ന് നമുക്ക് ഇതിന്റെ പ്രചരണം തുടങ്ങാം. മഹാന്മാരൊക്കെ കാക്കട്ടെ. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അതാ ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവരെ നോട്ടത്തിൽ ഞങ്ങളെ വാർഷികമാക്കണം അല്ലാഹ്. നല്ല രൂപത്തിൽ അത് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹ് ഒരു സംഖ്യം ഒന്നും ഞങ്ങളറിയുകയില്ല. എല്ലാ വർഷവും ഇത് തന്നെയാണ്. ആ സമയത്ത് അറിയാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് സാധിക്കലുണ്ട്. അതേ രൂപത്തിൽ നീ സാധിപ്പിച്ചു തരണമല്ലാ. പാവങ്ങളെ വീടിനൊക്കെ സഹായിക്കാനുള്ള ഭാഗ്യം നൽകണമല്ല. വിവാഹത്തിന് പാവങ്ങളെ വിവാഹത്തിനൊക്കെ സഹായിക്കാനുള്ള ഭാഗ്യം നൽകണമല്ല. നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് നടത്താനുള്ള ഭാഗ്യം നൽകണമല്ല. ഏതെല്ലാ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങൾ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു തരണമല്ല. മഹാന്റെ കാവൽ നൽകണം അല്ലാ. ഈ മാസത്തിൽ നമ്മോട് വിട്ടുപിരിഞ്ഞ നമ്മുടെ മഹല്ലിൽ മുല്ലാർതൊടി ജമാൽ ചെലൂര് അവരെ ഖബറിലേക്ക് ഞങ്ങളെ ദുആന എത്തിക്കണം അല്ലാ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ ഹാഫിദ് സയ്യിദ് അബ്ദുൽ ഖാദർ ബാഫക്കി കൊയിലാണ്ടി മഹാന്റെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാ. എ.കെ. അബ്ദുറഹീം ചിറമംഗലം അവരെ ഖബറിലേക്ക് ഞങ്ങളെ ദുആന എത്തിക്കണം അല്ലാ. സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ മമ്പുറം അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കണം അല്ലാ. ഇബ്രാഹിം തലക്കടത്തൂർ ഞങ്ങളെ ദുആന ഖബറിലേക്ക് എത്തിക്കണം അല്ലാ. ആയിഷ ഹജ്ജുമ്മ അരീക്കാട് ആ മഹദിന്റെ ഖബറിലേക്ക്